ഹലോ വെൽക്കം ടു Aamis ഫാം. 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഉണ്ട്, ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് മാത്സ് ആണ്. പക്ഷേ മാത്സ് നമ്മൾ കുറച്ച് ബാക്കിലാണ്. എന്തായാലും എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡിസംബറിൽ എക്സാം ആണ്. നവംബർ തൊട്ടിട്ട് അതിൻ്റെ മോഡൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താ, ട്രാവലിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പല പ്രകൃതിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ദേശത്ത് പോയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക എബ്രോഡൊക്കെ നിൽക്കുന്ന ആൾക്കാർ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ, മഴയെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ മഴ വരുമ്പോൾ ഉണ്ടാകുന്ന നേച്ചറിന് വരുന്ന പ്രത്യേകതകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് അനിത നായരാണ്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. ട്രാവൽ റൈറ്റിംഗ് ഓപ്പൺ എ വിൻഡോ ഇൻ ടു ഡൈവേഴ്സ് കൾച്ചേഴ്സ്. ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കൾച്ചേഴ്സ്, സംസ്കാരം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് നമുക്ക് എന്താണ്, ഒരു ജനാല അല്ലെങ്കിൽ ഒരു വാതിൽ തുറക്കുന്ന പോലെ എങ്ങോട്ടാണ്, വ്യത്യസ്തമായ സംസ്കാരത്തിലൂടെ. അതുമാത്രമല്ല ലാൻഡ്സ്കേപ്പ്, ഭൂപ്രകൃതി. ചിലയിടത്ത് മലയായിരിക്കാം, ചില സ്ഥലത്ത് പാടങ്ങളായിരിക്കാം, ചില സ്ഥലത്ത് എന്തായിരിക്കാം അരുവികളായിരിക്കാം. ആൻഡ് യുണീക്ക് എക്സ്പീരിയൻസ്. ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്നതും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഇൻസ്പയറിംഗ് ഗ്ലോബ് ട്രോട്ടേഴ്സ് ആൻഡ് ആം ചെയർ ട്രാവലേഴ്സ് അക്രോസ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ ലോകസഞ്ചാരികളെ പറയുന്നതാണ് കേട്ടോ. റീഡ് ആൻഡ് എൻജോയ് എ ട്രാവൽ ആർട്ടിക്കിൾ ബൈ എ സെലിബ്രേറ്റഡ് റൈറ്റർ ഫ്രം കേരള. കേരളത്തിൽ നിന്നുള്ള ഒരു റൈറ്റർ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാമല്ലോ. ഷീ പെയിൻറ്റ്സ് ദ പിക്ചർ ഓഫ് എ ജേർണി ടു ഹെർ വില്ലേജ് ഇൻ സെർച്ച് ഓഫ് ദ റിലുക്റ്റൻ മൺസൂൺ. റിലുക്റ്റൻ എന്ന് പറഞ്ഞാൽ വരാൻ മടി കാണിക്കുന്ന മൺസൂൺ, മഴക്കാലം. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു റൈറ്റർ എഴുതിയിരിക്കുന്നത്, അവളുടെ വില്ലേജിലെ കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് വെയിറ്റിംഗ് ഫോർ റെയിൻ. എഴുതിയിരിക്കുന്നത് അനിത നായർ. ഇൻ കേരള മച്ച് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ ദ മൺസൂൺ ക്യാൻ റെഡ്യൂസ് എ റീജിയൻ ടു പെന്യൂറി. പെന്യൂറി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. ആൻഡ് ഇറ്റ്സ് ആബ്സെൻറ്റ് ക്യാൻ കോസ് ദ സെയിം. അപ്പോൾ കേരളയിൽ മറ്റ് സ്ഥലങ്ങളേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നാൽ ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരെ പോലെ തന്നെയാണ്. എന്താണ്, നല്ലോണം മഴ പെയ്തു കഴിഞ്ഞാലും ദാരിദ്ര്യം വരും, തീരെ മഴയില്ല എങ്കിലും ദാരിദ്ര്യം വരും. വരൾച്ച വന്ന് നമുക്ക് ദാരിദ്ര്യം വരുമല്ലോ, ക്രോപ്സിലൊന്നും ശരിക്കും വെള്ളം കിട്ടില്ല. ഇനി നല്ലോണം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ക്രോപ്സ് നമ്മുടെ ഇപ്പോൾ പാഡി ഫീൽഡൊക്കെ ആണെങ്കിൽ അതും നശിച്ചു പോകും. അപ്പോൾ ആ മഴയ്ക്ക് എന്തുണ്ട്, നല്ലതും ഉണ്ട്, പൊട്ടയുണ്ട്. The flight nosed into a cloud and we rocked with the turbulence outside. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എവിടെയൊക്കെ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടർബുലൻസ് എന്ന് പറഞ്ഞാൽ കലഹങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ശബ്ദം, ആ ഒരു ഇളക്കണ ശബ്ദവും അതുപോലെ തട്ടലും മുട്ടലൊക്കെ ഉണ്ട്. എ peculiar silence crept among the passengers, most of whom were young men seeking the green, the myriad hues of green pastures of Kerala, where it seems everything was in abundance but a labor force and rain. അപ്പോൾ അവിടെ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നല്ലൊരു സൈലൻ്റാണ് അനുഭവപ്പെട്ടത്. അവിടുന്ന് ആ പാസഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഗ്രീൻ തേടി വരിക എന്ന് പറയുമ്പോൾ എന്താ, പച്ചപ്പ് തേടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആൾക്കാരായിരുന്നു. അതുമാത്രമല്ല അവിടെ മിറൈഡ് ഹ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നിറങ്ങളുള്ള നമ്മുടെ ഗ്രീൻ പാസ്റ്റേഴ്സ് ഓഫ് കേരള, കുറേ പുൽത്തകിടകളൊക്കെ കേരളത്തിൽ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ആ ഒരു മനോഹാരിതയാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അതിനൊന്നും ഒരു കുറവുമില്ല. ഇനി കുറവുള്ളത് എന്താ, ബട്ട് ലേബർ ഫോഴ്സ് ആൻഡ് റെയിൻ. മഴയ്ക്കും കുറവാണ്, അതുപോലെ തന്നെ ഇവിടെ പണിയെടുക്കാനും ആൾ കിട്ടാനില്ല. ദ പ്ലെയിൻ റോക്ക്ഡ് സം മോർ ആൻഡ് സം വേർ ബിഹൈൻഡ് മീ. എ ചൈൽഡ് വെയിൽഡ് ഇൻ ഫ്രൈറ്റ്. വീണ്ടും പ്ലെയിൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മേഘത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ തട്ടുന്നുണ്ട്. ഒരു കുട്ടി അപ്പോൾ വെയിൽഡ് എന്ന് പറഞ്ഞാൽ നിലവിളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ഫ്രൈറ്റ്, പേടിച്ച്. ആൻഡ് എൽഡർലി കപ്പിൾ അലോങ് സൈഡ് ഹു ഹാഡ് ബീൻ ചാറ്റിംഗ് ഇൻസെൻ്റ്ലി വാസ് ഫൈനലി ക്വൈറ്റ്. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു. അവർ വരെ മിണ്ടാതിരുന്നു തുടങ്ങി, എനിക്ക് പേടിയായി തുടങ്ങി. അപ്പോൾ ഒരു ഇൻസെൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതടവില്ലാതെ എന്ന് പറയുമ്പോൾ ഗ്യാപ്പില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഐ വണ്ടർ വാട്ട് ദ യങ് മാൻ ഫ്രം നോർത്തേൺ ഇന്ത്യ, ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ഇൻ ദ യൂണിഫോം ഓഫ് ദ ഗസ്റ്റ് വർക്കർ, ജീൻസ്, T-shirt, wind cheetah and sneakers thought of this turbulent return to their workplace. അപ്പോൾ ഇനി അതിലുണ്ടായിരുന്നത് കറക്റ്റ് ഒരു യൂണിഫോം പോലെ ഇട്ടിട്ട് വരുന്ന ഒരു നോർത്തേൺ ആൾക്കാരെയാണ് ഞാൻ കണ്ടത്. അവരുടെ വർക്ക് പ്ലേസിലേക്ക്, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് വരുന്നത് കേരളത്തിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവർ ജോലി ചെയ്യാൻ വരുന്നത് നമ്മുടെ കേരളത്തിലേക്കാണ്. ബംഗാളികളൊക്കെ നമ്മളിവിടെ വർക്ക് ചെയ്യാൻ വരില്ലേ, അതിനാണ് ഉദ്ദേശിക്കുന്നത്. The memory of the horrific flood in 2018 is still as vivid as they are frightening. 2018 നടന്ന ആ ഒരു പ്രളയം ഇപ്പോഴും പേടിയോടെ നമ്മുടെ ഉള്ളിലൊക്കെ നിൽക്കുന്നുണ്ട്. All around me was fear and anxiety which manifested as a reigned in silence and a determined grip on the seat handle. എൻ്റെ മനസ്സിൽ പേടിയും അതുപോലെ ആൻഷൈറ്റിയും മാത്രമായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും എന്താണ്, which manifested as retained in
സൈലൻസ് ആൻഡ് എ ഡിറ്റർമൈൻഡ് ഗ്രിപ്പ്. ഞാൻ ആ സീറ്റ് ഹാൻഡ്സിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഓരോന്നും ആഗ്രഹിക്കുകയാണ്. ഈ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പലതും ആഗ്രഹിച്ച് നേടുക. ഓക്കെ, ഐ മസ്റ്റ് ഹാവ് ബീൻ ദ ഓൺലി പാസഞ്ചർ ഓൺ ദ ഫ്ലൈറ്റ് ഹു ഹാസ് ഹാപ്പി വിത്ത് ദിസ് ടർബുലൻസ്. ഈ മേഘത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ സന്തോഷിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ തന്നെ ആയിരിക്കും. കാരണം ആ സമയത്ത് പ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ആൾ സന്തോഷിക്കുന്നത്? ഈ മേഘങ്ങൾ വരുന്നതിൻ്റെ അർത്ഥം അവിടെ മഴ പെയ്യാറായിന്നാ. അപ്പോൾ ആൾ വരുന്നത് മഴ കാണാനാണ് കേരളത്തിൽ. അപ്പം മേഘത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ മഴ വരാറായി എന്ന സന്തോഷത്തിലാണ് നമ്മുടെ ഓർഡർ ഇരിക്കുന്നത്. An uneventful flight meant good weather. So turbulence meant just one thing, wind current and hence the monsoon. അപ്പോൾ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു തട്ടലും മുട്ടലും കാരണം കാറ്റിൻ്റെ വരവാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ മേഘങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയും. അപ്പം മഴയെയാണ് ആൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ ഓൾ ഐ വാസ് ട്രാവലിംഗ് ടു കേരള ടു റിന്യൂ മൈ അക്വൈൻറ്റൻസ് വിത്ത് ദ മൺസൂൺ. അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയം, മഴയായിട്ടുള്ള എൻ്റെ പരിചയം പുതുക്കാൻ. റിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. ഫോർ ഓൾമോസ്റ്റ് 6 weeks നൗ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഹാസ് ബീൻ പ്ലേയിങ് ഹൈഡ് ആൻഡ് സിക്ക്. 6 ആഴ്ചയായി സൗത്ത് വെസ്റ്റ് മൺസൂൺ, മഴക്കാലം ഇങ്ങോട്ട് എത്തി, പക്ഷേ ഇപ്പോഴും ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരിക്കുക. ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് ആൾ വന്നിട്ടില്ല. മൈ ഡെയിലി കോൾസ് ടു മൈ പാരൻസ് വുഡ് ബിഗിൻ വിത്ത് ദി ക്വറി എന്ന് പറഞ്ഞാൽ ചോദ്യം. ഞാൻ എന്നും വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവരായിട്ടുള്ള ആ ഒരു സംഭാഷണത്തിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇസ് ഇറ്റ് റെയിനിങ് ദർ? അവിടെ മഴയുണ്ടോ? ദിസ് വാസിൻ്റ് എ കോൺവെർസേഷൻ ഫില്ലർ ആസ് ഇറ്റ് ടെൻഡ്സ് ടു ബി വെൻ ടു പീപ്പിൾ ഹാവ് നത്തിങ് ടു സേ ടു ഈച്ച് അതർ. ശരിക്കും ഇതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനില്ലെങ്കിൽ, ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ചോദിക്കുക, മഴയുണ്ട് അവിടെ, പിന്നെന്താ വെയിലാണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ദിസ് വാസ് എ ജെന്യൂൻ ക്വറി. പക്ഷേ ഇപ്രാവശ്യം അതൊരു ജെന്യൂൻ ക്വറി ആയിരുന്നു. ഫോർ ദ ആൻസർ വുഡ് ഡിറ്റർമൈൻ മൈ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കും. മഴയുണ്ടെന്ന് പറഞ്ഞാൽ അബൌട്ട് ലീക്കി റൂഫ്സ്, സ്ലിപ്പറി പാത്ത്, പവർ ഔട്ടേജ് ആൻഡ് ദ ഗ്രൗണ്ട് കവർ ദാറ്റ് വിത്ത് ദ റെയിൻ വുഡ് ടേക്ക് ഓവർ ദ ലാൻഡ്. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, പായലും പൂപ്പലും ഒക്കെ ഉണ്ടോ? അപ്പോൾ ആ ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുറ്റത്ത് നടക്കുമ്പോൾ സൂക്ഷിക്കണം, അങ്ങനെയൊക്കെ പറയാനായിരിക്കും. പിന്നെ റൂഫ്, നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള റൂഫ് ലീക്കേജ് ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. On July 17, which was the first day of the Karkidagam month, and when sheet of rain ought to be falling as if the end of the world was drawing near. നമ്മുടെ എന്താ പറയുക, ലോകത്തിൻ്റെ അവസാനം എത്തി എന്നുള്ള രീതിയിൽ തന്നെ കർക്കിടകത്തിൻ്റെ ആദ്യ ദിവസം പേമാരി പോലെ പെയ്യുന്നതാണ് പറയുക. അപ്പോൾ അത് നല്ലോണം മഴ വന്നിട്ടുണ്ടായിരുന്നു. ഇനി വാസ് ഡ്രോയിങ് നിയർ മൈ മദർ സെഡ് ദ സ്കൈ ഹാഡ് ലൂംഡ് എ ഗൺ മെറ്റൽ ഗ്രേ. അപ്പോൾ അന്ന് ആകാശം എന്ത് ചെയ്തു, നല്ല പേമാരി പോലെ പെയ്യാനായിട്ട് ആകാശം മുഴുവൻ ഒരു ഗ്രേ കളറായിട്ട്, ഒരു ഗൺ മെറ്റൽ ഗ്രേ കളറായിട്ട് മാറി. ബട്ട് ഓൾ ദേ ഹാഡ് വാസ് എ മൈനർ സ്പെൽ ഓഫ് റിലുക്റ്റൻറ്റ് റെയിൻ ആൻഡ് നൗ ദ സൺ വാസ് ഷൈനിങ്. പക്ഷേ അന്ന് അപ്പോഴും മഴ പെയ്തില്ല, മഴ പെയ്യാനായിട്ട് മടി കാണിച്ചു. പിന്നെ കണ്ടത് എന്താണ്, ആ ദിവസം ഫുൾ ഇങ്ങനെ സൂര്യൻ തിളങ്ങി നിൽക്കുന്നതാണ്. വേർ ഹാസ് ദ റെയിൻ ഗോൺ? അപ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്, എവിടെയാണ് ഈ മഴ പോയത്? ഷീ ആസ്ക്ഡ്, ഹാസ് ഇറ്റ് കം ടു യു? നിങ്ങളുടെ അവിടേക്ക് എങ്ങാനും മഴ വന്നോ? അപ്പോൾ ആ കുട്ടി നിൽക്കുന്നത്, നമ്മുടെ ഓദർ നിൽക്കുന്നത് ബാംഗ്ലൂരായിരുന്നു കേട്ടോ. Bangalore, the city where I live when not in my village, Mundakottukurushi in Kerala, was going through its windy phase. For over a week now, a brutal wind had been sweeping the northern outskirts of the city with a menacing growl. ഒരു menacing എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു മുരളിനോട് കൂടിയിട്ടാണ് കാറ്റ് വരുന്നുണ്ടായിരുന്നത്. ഞാൻ ബാംഗ്ലൂരായിരുന്നു, എൻ്റെ നാട് എന്ന് പറയുന്നത് മുണ്ടക്കോട്ടുകശ്ശേരിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ കാറ്റ് വന്നിരുന്നു. എങ്ങനെയായിരുന്നു, ഒരു ഭീഷണിപ്പെടുത്തുന്ന കൊടുങ്കാറ്റ് പോലെയാണ് വന്നത്. വിൻഡോസ് ഷട്ടേഴ്സ് ബാങ്ക്ഡ്. വിൻഡോ ഷട്ടർ ബാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ അടയ്ക്കുക എന്നാണ്, ഉറക്കെയുള്ള അടയ്ക്കുക. അപ്പോൾ വിൻഡോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടർ അടച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ശബ്ദത്തോട് കൂടിയിട്ട്. ഡോർസ് അൺലാച്ച്ഡ് ദംസെൽഫ്. അൺലാച്ച്ഡ് എന്ന് വെച്ചാൽ അഴിയുക. കുറ്റിയിട്ട ഡോറൊക്കെ തനിയെ തന്നെ അഴിഞ്ഞു പോയി തുടങ്ങി. അറൗണ്ട് മൈ ഹോം ട്രീസ് ക്രീക്ഡ് ആൻഡ് ഗ്രൗണ്ട് വൈൽ ലീവ്സ് ഹിസ്ഡ് ആൻഡ് വിസ്പേർഡ്. ട്രീസ് എന്ത് ചെയ്തു, ക്രീക്ഡ് ആൻഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കരഞ്ഞ് ഞെരിഞ്ഞ് എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കി, നല്ല കാറ്റ് വരുമ്പോൾ ഈ ട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞ് ഓരോ ശബ്ദങ്ങൾ വരും. അതുപോലെ ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മൾ എന്തോ ഒരു മന്ത്രിക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ട് പറയുന്ന പോലെ. ഹിസ്ഡ് എന്ന് പറഞ്ഞാൽ ചൂളമടിക്കുക, വിസ്പർ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക. നമുക്കൊരു ട്യൂൺ വരെ കേൾക്കാൻ പറ്റും ആ ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സ്വകാര്യം പറയുന്ന പോലെ ശബ്ദങ്ങളും കേട്ടു തുടങ്ങും. ത്രൂ നൈറ്റ് ആൻഡ് ഡേ ദ വിൻഡ് ബ്ലൂ പുഷിങ് ദ മൺസൂൺ ക്ലൗഡ് അവേ. കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ കാറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മഴക്കാലത്തിൻ്റെ ആ ഒരു മേഘത്തിന് തട്ടിമാറ്റുകയാണ്. സോ എ ടർബുലൻറ്റ് ഫ്ലൈറ്റ് ഇൻ ടു കേരള ഇൻഡിക്കേറ്റഡ് പോസിബിൾ റെയിൻ. അപ്പോൾ ഈ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ, മേഘത്തുമ്പോൾ തട്ടുമ്പോൾ കേരളത്തിൽ മഴയായിരിക്കുമെന്ന് എക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. എക്സെപ്റ്റ് ദാറ്റ് we descended in Kochi, it seemed to have no rain either. പക്ഷേ ആ ഒരു കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നവരെ മഴയായിരിക്കും കേരളത്തിലെന്നാണ് ഓദർ വിചാരിച്ചത്. പക്ഷേ ഡിസെൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മഴ ആ ഭാഗത്തിൽ കൂടെ വന്നിട്ടില്ല.
The grey sky suggested rain, but the blanched greenery said something else. ബ്ലാഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ മീനിങ് വരുന്നത്? വിളറിയ. അപ്പോൾ ഗ്രേ സ്കൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ മേഘങ്ങളൊക്കെ മൂടിക്കഴിഞ്ഞാൽ അപ്പോൾ മഴ പെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷേ ആ ബ്ലാഞ്ച്ഡ് ഗ്രീനറി സെഡ് സംതിങ് എൽസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു പച്ചപ്പും ഇല്ലാതെ വിളറയ്ക്ക് എടുക്കുകയാണ് അവിടുത്തെ ബാക്കി ഗ്രീനറി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേറെ എന്തോ ആണ് പറയാനുള്ളത്. എ ഡിഫിഡൻസ് ദാറ്റ് ലീവ്സ് വൺ ഫീലിംഗ് ബോത്ത് ഹെൽപ്ലെസ് ആൻഡ് പവർലെസ്. ഹൗ ഡു യു കോക്സ് എ മൺസൂൺ ടു ഡു വാട്ട് ഇറ്റ് ഓട്ട് ടു ബി ഡൂയിങ്? എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മൺസൂണിനൊന്ന് മയക്കിയെടുക്കാൻ പറ്റുക, നമുക്ക് വേണ്ട രീതിയിൽ മഴയൊക്കെ ഒന്ന് പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്? നോട്ട് എ ഡ്രോപ്പ് ട്രാവൽ വിത്ത് മീ ടു മൈ വില്ലേജ്. ഒരു തുള്ളി പോലും എൻ്റെ ഒപ്പം വില്ലേജിൽ വന്നിട്ടില്ല. When I was last here in June to celebrate the onset of monsoon, which I have done for many years now, the monsoon had failed to break. കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ മൺസൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. A few summer storm had escalated the heat and the meteorological department said that the monsoon was lurking in the Maldives. അപ്പോൾ പറഞ്ഞു, എന്താ കാലാവസ്ഥ, മെട്രോളജിക്കൽ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ പറഞ്ഞ്, ഇവിടെ മൺസൂൺ എത്തിയിട്ടില്ല, മൺസൂൺ അവിടെ പതുങ്ങിയിരിക്കുകയാണ്. ലർക്കി എന്ന് പറഞ്ഞാൽ എന്താ, പതുങ്ങി ഒളിച്ചിരിക്കുക. എവിടെയാണ്? മാൾഡീവ്സിലെ. The villagers had said that the summer drought had been intense. അപ്പോൾ ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ, വരൾച്ച. വില്ലേജേഴ്സ് പറഞ്ഞു ഈ ഒരു സമ്മർ ഡ്രൗട്ട് എന്ന് വെച്ചാൽ ഈ വരൾച്ച എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 2 decades സിൻസ് വി സോ ദ വെൽസ് canal dry up and the water table fall so low, they had said. അപ്പോൾ നമ്മളൊരു ഡിക്കേഡ് എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ട് എന്ന് പറയാം, 10 വർഷം. അപ്പോൾ ഒരു 2 പതിറ്റാണ്ടോളം അല്ലെങ്കിൽ ഒരു 20 വർഷത്തോളമായിട്ട് നമ്മുടെ ഈ ഒരു കിണറുകളും അതുപോലെ കനാലുകളൊന്നും ഇങ്ങനെ വറ്റി കണ്ടിട്ടില്ല. നത്തിങ് ഈസ് ഇറ്റ് ആസ് ബിൽഡിങ് എ ഫ്യൂ മോർ കോൺക്രീറ്റ് മോൺസ്ട്രേറ്റ്. അപ്പോൾ ഇനി ഓദർ പറയാണ് കേട്ടോ, ഇങ്ങനെ വരൾച്ച വരുന്നുണ്ട്, അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ആളൊന്ന് പറയാണ്. ബിൽഡ് എ ഫ്യൂ മോർ കോൺക്രീറ്റ് മോൺസ്ട്രോസൈറ്റ്. മോൺസ്ട്രോസൈറ്റ് എന്ന് വെച്ചാൽ രാക്ഷസന്മാർ. കോൺക്രീറ്റ് നമുക്കറിയാമല്ലോ, വീടിൻ്റെ മുറ്റത്തൊക്കെ നമ്മൾ ചളിയൊന്നും ആവാതിരിക്കാൻ നമ്മളിങ്ങനെ കോൺക്രീറ്റ് ഇടും. അപ്പോൾ കുറച്ചും കൂടി കോൺക്രീറ്റിൻ്റെ ഈ മോൺസ്റ്റർ, ഈ രാക്ഷസന്മാരെ നിങ്ങൾ കൊടുന്നിട്ട് ടൈൽ സം മോർ ഫ്രണ്ട്ലി ആയിട്ട്, മുറ്റത്ത് കുറച്ച് ടൈലുകൾ കൊടുന്നിട്ട്. ആൻഡ് കട്ട് ഡൗൺ മോർ ട്രീസ്, കുറേ മരങ്ങളൊക്കെ അങ്ങോട്ട് മുറുക്കി. ആൻഡ് ഇൻ എ ഡിക്കേഡ്സ് ടൈം, അങ്ങനെയാണെങ്കിൽ ഒരു പതിറ്റാണ്ടിൻ്റെ ഉള്ളിൽ, ഇഫ് നോട്ട് ഏർലിയർ, യു വിൽ ബി പേയിങ് ഫോർ വാട്ടർ ആസ് ഐ ഡു ഇൻ ബാംഗ്ലൂർ ₹400 ഫോർ എ സ്മോൾ ടാങ്കർ ഓഫ് വാട്ടർ ടു സപ്ലിമെൻറ്റ് ദ ട്രിക്കിൾ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങളൊരു കാര്യം ചെയ്യുക, എല്ലാ മരങ്ങളും പോയി വെട്ട്, അതുപോലെ എല്ലാ സ്ഥലത്തും ടൈലിടുക. അപ്പോൾ വെള്ളത്തിന് നമ്മുടെ മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്നിട്ട് നമ്മുടെ ഓദർ പറയാണ്, ഞാൻ അവിടെ ബാംഗ്ലൂർ ഒരു ബോട്ടിലിന് ₹400 കൊടുത്ത് മേടിക്കണ പോലെ നിങ്ങളും പോയി മേടിക്കുക, അതായിരിക്കും ഇനിയുള്ള അവസ്ഥ എന്ന് പറയുക. അതുമാത്രമല്ല, പിന്നെ അവിടെ ടാങ്കറിൽ വെള്ളം വരും. അത് ട്രിക്കിൾ എന്ന് പറയുമ്പോൾ ഇറ്റിറ്റായിട്ട് ഓരോ ഇറ്റിനും പൈസ എന്ന് പറയുന്ന പോലെയാണ് ബാംഗ്ലൂർ അവർ മേടിച്ചു തരുന്നത്. സോഴ്സ്ഡ് ഫ്രം ദ കമ്മ്യൂണിറ്റി ബോർവെൽ. അതുപോലെ എന്താണ്, അവരവിടെ കുഴൽക്കിണറൊക്കെ കുഴിച്ചിട്ടാണ് വെള്ളം കിട്ടിയിരുന്നത്. ആൻഡ് ഹിയർ വി ആർ എ വീക്ക് ഇൻ ടു കർക്കിടകം വെൻ ഫീൽഡ് ആൻഡ് കനാൽ ought to be overflowing and ditches gurgling like stream and the monsoon still hasn't planted its feet in the ground. പക്ഷേ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ അവിടെ കർക്കിടകം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കനാലിനൊക്കെ വെള്ളം ഓവർഫ്ലോയിങ്, കവിഞ്ഞൊഴുകുകയാണ്. അതുമാത്രമല്ല, ഡിച്ചസ് ഗർലിംഗ് എന്ന് പറഞ്ഞാൽ, ഗർഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ നീരൊഴുക്കുക, ആ വെള്ളത്തിൻ്റെ ശബ്ദത്തിനെയാണ് പറയുന്നത് കേട്ടോ. ഡിച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ മന്ത്രവാദി അല്ലെങ്കിൽ പ്രേതം അങ്ങനെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് സ്ട്രീംസ്, അരുവികൾ. ആൻഡ് ദ മൺസൂൺ സ്റ്റിൽ ഹാസിൻ. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ മൺസൂൺ ഇതുവരെ ഒരു കാലിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും നമ്മുടെ അവിടേക്ക് വെച്ചിട്ടില്ല. At dusk, my sprightly 85-year-old uncle comes calling. ഒരു ഡസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, വൈകുന്നേരമായപ്പോൾ 85 വയസ്സുള്ള എൻ്റെ ഒരു അങ്കിള് വീട്ടിലേക്ക് വന്നു. ഹിയർ ഇസ് എ മാൻ ഹൂ സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ എന്താ, കാലിങ്ങനെ കവച്ച് വയ്യാത്തൊരു നടക്കില്ലേ, അത് സ്ട്രാഡിൽ ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് വിത്ത് ദ സെയിം ഈസ് ഹി ഡസ് ഹിസ് ഫ്യൂച്ചർ. അപ്പോൾ ഈ ഒരു 85 വർഷമായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്ക് എങ്ങനെയായിരുന്നു മുൻപ്, ഇപ്പം എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് അറിയാം. ആൾ 78-ാം വയസ്സിൽ വണ്ടി ഓടിക്കാൻ പഠിച്ചു. ഇപ്പോൾ സ്കൂട്ടറുമെയാണ് വന്നിരിക്കുന്നത്. He has seen how the monsoon can turn a village into penury and how its lack can cause the same. എങ്ങനെയാണ് ഒരു മഴക്കാലം ഒരു വില്ലേജിനെ ദാരിദ്ര്യത്തിൽ കൊണ്ടുപോയി എത്തിക്കുക, അതുപോലെ അതിൻ്റെ ലാക്ക് എന്ന് പറഞ്ഞാൽ കുറവ്, ആ മഴക്കാലത്തിൻ്റെ കുറവ് എങ്ങനെയാണ് ഇതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ എത്തിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. വി ടോക്ക് അബൌട്ട് ഹൗ ദ മൺസൂൺ വൺസ് വാസ്. ഞങ്ങൾ മുൻപ് എങ്ങനെയായിരുന്നു മഴക്കാലം എന്നുള്ളത് സംസാരിച്ചു. ദ ഇൻസെസൻറ്റ് റെയിൻ വുഡ് മേക്ക് എവറിത്തിങ് ക്ലാമി ടു ദ ടച്ച്. ക്ലാമി എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക. നന്നായി മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ചളിയും പിളിയൊക്കെ ആയിട്ട് കിടക്കും.
The damp would breathe a mustiness into cloth and grain, turning stone a mossy green. അപ്പോൾ ദ ഡാമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നനവുള്ള തുണികളിൽ എന്തുണ്ടായിരിക്കും, ഒരു എന്താ പറയുക, ക്ലോത്തിലൊക്കെ ഇങ്ങനെ പൂപ്പറ്റിയ പോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. കാരണം എന്താ, നനവ് മാറാതെ വരുന്നത്. ആൻഡ് ഗ്രെയിൻ ടേണിങ് സ്റ്റോൺ എ മോസി ഗ്രീൻ. മോസി എന്ന് പറഞ്ഞ് പായൽ പിടിക്കുക. കല്ലുകൾക്കൊക്കെ എന്ത് വരും, പായലൊക്കെ പിടിച്ച് നമുക്ക് നടക്കുമ്പോഴൊക്കെ വഴുതി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതൊക്കെയാണ് നല്ല മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാറുള്ളത്. To hear my uncle speak of the rain is to realize how real and human the southwest monsoon is to him. എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു പച്ചയായ മനുഷ്യന് മഴ എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ വരുന്നത് എന്നുള്ളത് അവിടെ അങ്കിൾ പറഞ്ഞു. ലൈക്ക് ദ മച്ച് അവൈറ്റഡ് വിസിറ്റ് ബൈ റിച്ച് റിലേറ്റീവ് ദ ടേൺസ് ഇൻ ടു ജോയ്ലെസ് ആൻറ്റി ക്ലൈമാക്സ്, ദ മൺസൂൺ ഹാസ് പ്രൂവ് ടു ബി എ ഡിസപ്പോയിൻമെൻറ്റ്. ഒരു നിരാശയാണ് ഇപ്രാവശ്യം മൺസൂൺ വരുത്തിയിരിക്കുന്നത്. ആരെയാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്? വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി ഒരു റിച്ച് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് കയറി വന്നു. അവർ മടങ്ങുമ്പോൾ കുറേ കുറ്റം കുറവൊക്കെ പറഞ്ഞിട്ട് എന്താണ്, നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമാക്സ് അല്ല. ചില റിലേറ്റീവ് അങ്ങനെയാണല്ലോ, വീട്ടിലേക്ക് വന്നിട്ട് പരദൂഷണമൊക്കെ പറഞ്ഞ് നമ്മളെയും കുറ്റം പറഞ്ഞിട്ടെല്ലാം ഇറങ്ങിപ്പോവാം. അങ്ങനെ ഇനി ഹി അക്യൂസ്ഡ് ദിസ് ഇയേഴ്സ് മൺസൂൺ ഓഫ്. അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പ്രതി, അല്ലെങ്കിൽ എന്താ, കുറ്റം പറയുക. മൺസൂണിനെയാണ് കുറ്റപ്പെടുത്തിയത്. എന്തിനാണ്? മിയർലി കാട്ടിക്കൂട്ടി പോവുക എന്നാണ് പറഞ്ഞത്. കാട്ടിക്കൂട്ടി പോവുക എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും വരിക, മഴ എങ്ങനെയും പെയ്യൊന്ന് പോവുക, അതല്ലാതെ നല്ല രീതിയിലൊന്നും ചെയ്യുന്നില്ല. അതാണ് കാട്ടിക്കൂട്ടി പോവുക. കറക്റ്റായിട്ട് ചെയ്യാത്തതിനെയാണ് നമ്മൾ ആ മീനിങ് പറയുന്നത് കേട്ടോ. ഓഫ് മേക്കിംഗ് എ പ്രൊഡക്ഷൻ വിത്ത് ഗ്രേ സ്കൈസ്, റംബ്ലിംഗ് തണ്ടർ. റംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ തണ്ടറിൻ്റെ, ഇടിവെട്ടിൻ്റെ ശബ്ദത്തിനെയാണ് പറയുന്നത്, മുഴക്കം. ആൻഡ് സ്റ്റിൽനെസ് ഇൻ ദ എയർ ആൻഡ് ദെൻ നോട്ട് ഷോയിങ് അപ്പ്. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇടിവെട്ടിൻ്റെ ആ ഒരു മുഴക്കമായാലും അതുപോലെ ഗ്രേ സ്കൈസ് ആയാലും അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇനി ഈവനിങ് ടേൺസ് ടു നൈറ്റ്. വൈകുന്നേരം എന്ന് പറയുന്നത് രാത്രിയായ പോലെയായി. A lone firefly weaves pattern of light. I watch the night waiting for some signs of impending downpour. Downpour എന്ന് പറഞ്ഞാൽ കനത്ത മഴ. കനത്ത മഴ ഇങ്ങനെ അത്യാസന്നമായിട്ട് ഒരാളിപ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി ഓടി വരില്ലേ, അതുപോലെ ഒരു കനത്ത മഴ വരുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. ഇവൻച്വലി ഐ ഗോ ടു ബെഡ്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെ പലവട്ടം വരാറുണ്ടല്ലോ, ഞാൻ ബെഡിൽ പോയി കിടന്നു. ഇനി ആ സമയത്ത് ഫയർ ഫ്ലൈ എന്ന് പറയുമ്പോൾ എന്താ, ആ മറ്റേ മിന്നാമിനിങ്ങൊക്കെ കിടന്നിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. ഐ വേക്ക് ടു ഡ്രമ്മിങ് ഓൺ മൈ ടൈൽ റൂഫ്, ഇറ്റ്സ് 2 AM and the monsoon has finally come calling on me. ടൈലിലെ ഇങ്ങനെ ശബ്ദം കേട്ടു തുടങ്ങി. അപ്പോൾ മനസ്സിലായി എന്താണ്, മൺസൂൺ വന്നു എന്ന് മനസ്സിലായി. ദ പ്രോഡിഗൽ എന്ന് പറഞ്ഞാൽ എന്താ, ദൂർത്തടിക്കുക. ചില ആൾക്കാർ, ചില കുട്ടികൾ എന്ത് ചെയ്യും, കുട്ടികളല്ല വലിയ ആൾക്കാരൊക്കെ കുറേ ക്യാഷ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചിലവാക്കിയിട്ട് തോന്നിയ സമയത്ത് കയറി വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ എവിടേക്കോ വരഞ്ഞിരിഞ്ഞ് നടന്ന് വരുന്ന ഒരു മഴക്കാരൻ അല്ലെങ്കിൽ ഒരു മഴയെ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനെ മഴയെ താരതമ്യം ചെയ്യുന്നത് എന്താ, പ്രോഡിഗൽ സൺ ആയിട്ടാണ് പറയുന്നത്, ദൂർത്തടിക്കുന്ന ഒരു മകനായിട്ട്. ഹാസ് ഫൗണ്ട് ഹിസ് വേ ഹോം. ഐ പുൾ ദ ഷീറ്റ് ടു മൈ ചിൻ ആൻഡ് സ്നഗിൾഡ് ഡീപ്പർ ഇൻ ടു ബെഡ്. സ്നഗിൾഡ് എന്ന് പറഞ്ഞാൽ എന്ത്, ഒതുങ്ങിക്കിടക്കുക. ഞാൻ ഒന്നും കൂടി പുതപ്പെടുത്ത് എന്ത് ചെയ്തു, ഞാൻ ഒന്നും കൂടി എൻ്റെ തലയിൽ കൂടിയൊക്കെ ഇട്ട് ഞാൻ അവിടെ ഒതുങ്ങി കിടന്നു. മഴ വന്നു എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് വയ്യ. ഫോർ ദാറ്റ് ടു ഇസ് വൺ ഓഫ് ദ മെനി പ്ലഷർ ഓഫ് ദ മൺസൂൺ. മഴക്കാലത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതാ. എന്താണ്, മൂടി പതച്ച് കിടന്നുറങ്ങുക. വെൻ ഐ വേക്ക് അപ്പ് അറ്റ് ദ ഡേ ബ്രേക്ക് ദ മ്യൂസിക് ഓഫ് ദ റെയിൻ ഇസ് സ്റ്റിൽ പ്ലേയിങ്. ഞാൻ ഒരു പകല് അത്യാവശ്യം സമയമായപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോഴും മഴയുടെ ആ ഒരു മ്യൂസിക് എനിക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ മഴ വന്നു എന്നർത്ഥം. പ്ലെയിൻ ആൻഡ് ഗമഗ ലാഡൻ നോട്ട്സ്, ഹൈ ആൻഡ് ലോ ഡെസിബിൾസ്. ഡെസിബിൾസ് എന്ന് പറഞ്ഞാൽ ശബ്ദം ഉയർത്തുന്ന ഒരു, ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഹൈ ആൻഡ് ലോ ആയിട്ടാണ് പാട്ട് പാടുന്ന പോലെയാണ് അവിടെ നടക്കുന്നതെന്ന്. The stately pace of the വിളംബകാലം, the center of the മധ്യമകാലം, the quick trot of the ദ്രുതകാലം, the rain back on me into its arm. back on എന്ന് പറഞ്ഞാൽ എന്താ, ആംഗ്യം കാട്ടി വിളിക്കുക. അപ്പോൾ ഇവിടെ കുറേ താളങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്, മ്യൂസിക്കിൻ്റെ താളങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ആക്ച്വലി മലയാളത്തിലുള്ള കാര്യങ്ങളാണ്, ദ്രുതതാളം, വിളംബകാലം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഗ്രാമർ സെക്ഷനിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ബാക്ക് ഓൺ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ മഴ ഇങ്ങനെ അവളെ വിളിച്ചു തുടങ്ങി. ട്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കുതിക്കുക. മഴ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്, മൺസൂൺ എത്തി എന്നൊരു വരവ് കാണിക്കുക. ദ റെയിൻ ഫോൾസ്, ഐ മേക്ക് എ കപ്പ് ഓഫ് ടീ ആൻഡ് സിറ്റ് ഓൺ ദ സ്വിങ് സീറ്റ് ഓൺ ദ വരാന്ത. അപ്പോൾ എന്ത് ചെയ്തു, ഒരു കപ്പ് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഞാൻ ആ ഊഞ്ഞാലും ഇരുന്നു വരാന്തയിലേ. ഐ വാച്ച് ദ റെയിൻ ആസ് ഇഫ് ഇറ്റ് വേർ ആൻ എക്സോട്ടിക് മൈഗ്രേറ്ററി ബേർഡ്. അപ്പോൾ ഈ ഒരു എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ള, മൈഗ്രേറ്ററി എന്ന് പറഞ്ഞാൽ ദേശാടന പക്ഷി. അപ്പോൾ
ഒരു ദേശാടന പക്ഷിയുടെ പോലെ ഞാനിങ്ങനെ മഴ നോക്കിയിരുന്നു. എഫ്രൈഡ് ടു ഈവൻ സൈ ഇൻ പ്ലഷർ, സന്തോഷത്തിൽ ഞാൻ നെടുവീർപ്പ് പോലും ഇട്ടില്ല. ഫോർ ഐ മൈറ്റ് ഫ്രൈറ്റൻ ഇറ്റ് അവേ, കാരണം ഇനി ഞാനെങ്ങാനും നെടുവീർപ്പിട്ട് അത് കേട്ട് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. അത് കേട്ടിട്ട് ഇനി മഴയെങ്ങാനും തിരിച്ചു പോയാലോ. വാട്ട് ടെയിൽസ് ഡു ഈച്ച് റെയിൻ ഡ്രോപ്പ് ഹോൾഡ്, എന്ത് ടെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ കഥയായിരിക്കും ഓരോ മഴത്തുള്ളിക്കും പറയാനുണ്ടാകുക. വാട്ട് ലെസൺ വിൽ ഇറ്റ് ടീച്ച്, എന്ത് പാടായിരിക്കും പഠിപ്പിക്കുക. വാട്ട് ഗിഫ്റ്റ് വിൽ ഇറ്റ് ഓഫർ, എന്ത് സമ്മാനമായിരിക്കും തരാമെന്ന് പറഞ്ഞ് ഓഫർ ചെയ്യുക. ദ മാജിക് ഓഫ് ദ മൺസൂൺ റെസൊണൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മുഴങ്ങുക. ഇൻ മീ ആസ് എ സെൻസ് ഓഫ് വെൽ ബീയിങ്. അപ്പോൾ ഈ ഒരു മൺസൂണിൻ്റെ ആ ഒരു മാജിക് എന്ന് പറയുന്നത് എന്നിൽ നല്ലൊരു മൊമെൻ്റ് ഇങ്ങനെ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ നൗ ദ വേൾഡ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഇപ്പോൾ ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറി. അപ്പം മഴേനെ എങ്ങനെ ആസ്വദിക്കുന്നു, ഇനി മഴ വരുമ്പോൾ എങ്ങനെയാണ്, മഴ നന്നായി പെയ്താൽ എങ്ങനെയാണ്, മഴ വന്നില്ലെങ്കിൽ എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഴയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ മഴയ്ക്ക് തിരിച്ചിറങ്ങാൻ പറ്റില്ല, ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് വരൾച്ചയുണ്ടാകും, മരങ്ങൾ വെട്ടാൻ പാടില്ല, അങ്ങനെ കുറേ ആശയങ്ങൾ ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. എ, വാട്ട് ഡിഡ് ദ ഓഥർ നോട്ടീസ് അബൌട്ട് ദ പാസഞ്ചേഴ്സ് ഡ്യൂറിങ് ദ ടർബുലൻസ്, ആ ഒരു പ്ലെയിനും ക്ലൗഡ്സും തമ്മിൽ ഇടിച്ചപ്പോൾ അവിടെ പാസഞ്ചേഴ്സിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ഓഥർ അവിടെ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. ഡ്യൂറിങ് ദ ടർബുലൻസ് ദ ഓഥർ നോട്ടീസ് ദാറ്റ് ദ പാസഞ്ചേഴ്സ് വെർ സ്കയേർഡ് എന്ന് പറയുമ്പോൾ പാസഞ്ചേഴ്സ് അവിടെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഹോൾഡിങ് ഓൺ ദെയർ സീറ്റ് ടൈറ്റ്ലി ആൻഡ് സം വേർ സഡൻലി പ്രേയിങ്, ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, ചില ആൾക്കാർ സീറ്റുമ്പോൾ മുറുക്കി പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. ബി, വാട്ട് വർ ദ യങ് മെൻ ഫ്രം നോർത്തേൺ ഇന്ത്യ സീക്കിങ് ഇൻ കേരള, കേരളത്തിലെ എന്തന്വേഷിച്ചിട്ടാണ് ഈ നോർത്തേൺ എന്നുള്ള ആ ഒരു യങ് മാൻ, ആ ഒരു ചെറിയ ആൺകുട്ടികൾ വന്നിരിക്കുന്നത്. ദ യങ് മാൻ ഫ്രം നോർത്തേൺ ഇന്ത്യ വാസ് സിറ്റിംഗ് ഇൻ കേരള വെയിറ്റിംഗ് ഫോർ ദ മൺസൂൺ ടു അറൈവ്, കാരണം എന്താ, മഴക്കാലം നോക്കിയിട്ടാണ് നമ്മുടെ നോർത്തേണിൽ ഇന്ത്യയിൽ നിന്ന് ആൺകുട്ടികൾ ഇങ്ങോട്ട് വരുന്നത്. എന്തിനാണ്, സോ ദേ കുഡ് സ്റ്റാർട്ട് ദെയർ വർക്ക് ഓഫ് ലേയിങ് കോൺക്രീറ്റ്, അവർക്ക് അപ്പോൾ വന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റ് മുറ്റത്തിടുന്ന വർക്ക് തുടങ്ങാം. അപ്പോൾ മഴക്കാലം നോക്കിയിരിക്കുന്നത് അവരെന്താ, കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ അങ്ങനെയും മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കാണ് ദോഷം, മഴ കിട്ടുന്നില്ല, നമുക്ക് വെള്ളം ഇറങ്ങുന്നില്ല, നമുക്ക് വരൾച്ച വരും. അങ്ങനെ. സി, വൈ ഡിഡ് ദ ടർബുലൻസ് മേക്ക് ദ ഓഥർ ഹാപ്പി, എന്തുകൊണ്ടാണ് ആ ഒരു നമ്മൾ പറഞ്ഞു മേഘങ്ങളായിട്ട് കൂട്ടിമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, ആ ഒരു കലഹം ആ ഓഥറിനെ ഹാപ്പി ആക്കാൻ കാരണം എന്താണ്. ബിക്കോസ് ഇറ്റ് റിമൈൻഡഡ് ഹിം അല്ല ഹെർ കേട്ടോ, ബിക്കോസ് ഇറ്റ് റിമൈൻഡഡ് ഹെർ ഓഫ് ദ മൺസൂൺ വിൻഡ് ഇൻ കേരള, നമ്മുടെ കേരളത്തിലുള്ള മഴക്കാലത്തിനോട് കൂടി വരുന്ന ആ ഒരു വിൻഡിനെ, കാറ്റിനെയാണ് സൂചിപ്പിച്ചത്. ബ്രിങ്ങിങ് ബാക്ക് മെമ്മറീസ് ഓഫ് ഹോം, എൻ്റെ വീട്ടിലെ പഴയ ഓർമ്മകളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ആൻഡ് ദ റെയിൻ ഷീ ഹാഡ് ബീൻ ഈഗർലി വെയിറ്റിംഗ്, അതുപോലെ അവൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ആ മഴക്കാലം, അതിനെയാണ് അവൾക്ക് ഇത്രയും കലഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ പോയിട്ട് ഈ ഒരു മേഘത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുമ്പോഴും നമ്മുടെ ഓഥർ അവിടെ ഹാപ്പി ആയിരുന്നു. കാരണം എന്താ, വെയിറ്റിംഗ് ഫോർ റെയിൻ. ഡി ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഓഥേഴ്സ് പ്രൈമറി റീസൺ ഫോർ ട്രാവലിംഗ് ടു കേരള, കേരളയ്ക്ക് വരാനുള്ള മുഖ്യ കാരണം എന്താണ് ഓഥറിൻ്റെ. ദ ഓഥേഴ്സ് പ്രൈമറി റീസൺ ഫോർ ട്രാവലിംഗ് ടു കേരള വാസ് ടു എക്സ്പീരിയൻസ് ദ മൺസൂൺ റെയിൻ, എന്താണ് മഴക്കാലത്ത് ആ ഒരു റെയിൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഹൂ ഡിഡ് ദ ഓഥർ കോൾ എവറി ഡേ, വാട്ട് വാസ് ദ കൊറി, എന്താണ്, ആരെയാണ് നമ്മുടെ ഓഥർ എന്നും വിളിക്കാറുള്ളത്, എന്താണ് ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കൊറി, ചോദ്യം. The author called his mother, her mother, every day asking if it had started rain in Kerala. എന്നും അമ്മയെയാണ് വിളിക്കുക. അമ്മയോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അവിടെ മഴ തുടങ്ങിയോ കേരളത്തിലെ. നെക്സ്റ്റ്, വൈ വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഓഫ് കർക്കിടകം എ ഡിസപ്പോയിൻമെൻറ്റ് ഫോർ ദ വില്ലേജസ്, ഗ്രാമവാസികൾക്ക് നിരാശയാണ് കൊടുത്തത് കർക്കിടകത്തിൻ്റെ ആദ്യ ദിവസം. എന്തുകൊണ്ട്. ദ ഫസ്റ്റ് ഡേ ഓഫ് കർക്കിടകം ഡിസപ്പോയിൻറ്റഡ് ദ വില്ലേജസ് ബിക്കോസ് ദേ ഹോപ്ഡ് ഫോർ റെയിൻ ബട്ട് ഇറ്റ് വാസ് ഡ്രൈ ആൻഡ് ഹോട്ട്, അവരൊരു മഴയ്ക്കാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഉണ്ടായത് വരൾച്ചയും അതുപോലെ തന്നെ ചൂടുമായിരുന്നു. ജി, വേർ ഡിഡ് ദ ഓഥർ എക്സ്പെക്ട് ടു സെലിബ്രേറ്റ് ദ ഓൺസെറ്റ് ഓഫ് ദ മൺസൂൺ, മൺസൂണിൽ എവിടെ ആഘോഷിക്കണം എന്നാണ് ഓഥർ വിചാരിച്ചത്. ദ ഓഥർ എക്സ്പെക്റ്റഡ് ടു സെലിബ്രേറ്റ് ദ മൺസൂൺ ഇൻ ദ പാഡി ഫീൽഡ്, പാടത്തായിരുന്നു ആഘോഷിക്കണമെന്ന് വിചാരിച്ചത്. വേർ ദേ കുഡ് എൻജോയ് ദ അറൈവൽ ഓഫ് ദ റെയിൻ, മഴയുടെ വരവ് കാണിക്കുന്നത് പാഡി ഫീൽഡിലാണ്, കാരണം നമുക്ക് നോക്കി അങ്ങനെ വിശാലമായി കിടക്കുന്ന ആകാശം കാണാം, അപ്പം മഴയുടെ വരവും കാണാൻ പറ്റും. What, according to the author, is the impact of building concrete structures and cutting down trees on water resources? അപ്പോൾ മരങ്ങൾ കട്ട് ചെയ്യുക, അതുപോലെ തന്നെ കോൺക്രീറ്റ് ഇടുക, ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ്, ഇതിൻ്റെയൊക്കെ ഫലം എന്തായിരിക്കും എന്നാണ് ഓഥർ പറയുന്നത്. ദ ഓഥർ സ്റ്റേറ്റ് ദാറ്റ് കോൺക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ട്രീ കട്ടിംഗ് റെഡ്യൂസ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ, നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന ലെവൽ കുറയും. ആൻഡ് ഡിസ്റപ്റ്റ് ദ വാട്ടർ സൈക്കിൾ, നമ്മുടെ വാട്ടർ സൈക്കിളിനെ അത് തടസ്സപ്പെടുത്തും. ലീഡിങ് ടു വാട്ടർ സ്കേഴ്സിറ്റി, അങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു സ്കേഴ്സിറ്റി, ആ വെള്ളമില്ലായ്മ എന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ ദാഹിച്ചു കഴിഞ്ഞാൽ ഒരു ഇറ്റ് വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടാവും.
Who does the author compare the monsoon do in terms of anticipation and disappointment? നിരാശ, അതുപോലെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠ. അപ്പോൾ നമ്മൾ ആലോചിച്ച് കൂട്ടുന്ന ഓരോ മാനിഫെസ്റ്റേഷൻസ് അത് എന്തിനോടാണ് കമ്പയർ ചെയ്യണത്? അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഓദർ എന്നാണ് കേട്ടോ, അതർ അല്ല. ദ ഓദർ കമ്പയർസ് ദ മൺസൂൺ ടു എ ബ്രൈഡ് സിംബിളൈസിങ് ആൻറ്റിസിപ്പേഷൻ ഫോർ ഇറ്റ്സ് അറൈവൽ. നമുക്കറിയാം കല്യാണം വരാറായ ബ്രൈഡ്സിന് എന്താണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും, അതുപോലെ മനസ്സിലൊരു സന്തോഷമുള്ള നിമിഷമായിരിക്കും. അപ്പോൾ ആ ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് വെച്ചാൽ അവരുടെ ഓരോ എന്താ പറയുക, അവരുടെ ഓരോ സങ്കല്പങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ബ്രൈഡിൻ്റെ. അതിനെയാണ് മഴയെ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ് വെൻ ഇറ്റ് ഡസൻ മീറ്റ് എക്സ്പെക്റ്റേഷൻ. അതുപോലെ ഇനി മഴ വന്നു, മഴ നമ്മൾ വിചാരിച്ച പോലെ പെയ്തില്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടി അവളുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് വന്നില്ലെങ്കിൽ നിരാശ വരും. അപ്പോൾ അതിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി വാട്ട് ഡിഡ് ദ ഓതേഴ്സ് അങ്കിൾ അക്യൂസ് ദ മൺസൂൺ ഓഫ് ഇൻ ദ പാസേജ്. അപ്പോൾ മൺസൂൺ മഴക്കാലത്തിനെ ഇതിൽ നമ്മുടെ ഓതറിൻ്റെ അങ്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിയാക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ്? ദ ഓതേഴ്സ് അങ്കിൾ അക്യൂസ് ദ മൺസൂൺ ഓഫ് ബീങ് അൺറിലയബിൾ. വിശ്വസിക്കാൻ പറ്റാത്ത ആളായിട്ടാണ് നമ്മുടെ മഴക്കാലത്തെ പറയുന്നത്. ആൻഡ് നോട്ട് അറൈവിങ് ആസ് എക്സ്പെക്റ്റഡ് ലീഡിങ് ടു ഡിസപ്പോയിൻമെൻറ്റ്. ആൻഡ് നോട്ട് അറൈവിങ് ആസ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ച പോലെ വരുന്നില്ല, അത് നിരാശയിലേക്ക് വഴിയൊരുക്കുന്നു. കെ വെൻ ഡിഡ് ദ ഓതർ ഫൈനലി ഹിയർ ദ സൗണ്ട് ഓഫ് റെയിൻ. റെയിൻ്റെ ശബ്ദം എന്നാണ് അങ്ങനെ കേട്ടത്, ഫൈനലായിട്ട് കേട്ടത് എന്നാ? ദ ഓതർ ഫൈനലി ഹിയർ ദ സൗണ്ട് ഓഫ് റെയിൻ ഇൻ ദ ഈവനിങ്. ഒരു വൈകുന്നേരമായിരുന്നു. ആഫ്റ്റർ എ ലോങ് വെയിറ്റ് വെൻ ദ മച്ച് ആൻറ്റിസിപ്പേറ്റഡ് മൺസൂൺ ഫൈനലി അറൈവ്ഡ്. ഒരു ഈവനിങ്ങിലാണ് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മഴ വന്നത്. അടുത്തത് ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ദ സൗണ്ട് ആൻഡ് ഫീലിംഗ് ഓഫ് റെയിൻ. ആ മഴയുടെ ആ ഒരു സൗണ്ടിനെയും അതുപോലെ ആ ഒരു അനുഭവങ്ങളെയൊക്കെ എങ്ങനെയാണ് ഓതർ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്? ദ ഓതർ ഡിസ്ക്രൈബ് ദ സൗണ്ട് ഓഫ് റെയിൻ ആസ് സൂത്തിങ് ആൻഡ് റിതമിക്, ക്രിയേറ്റിംഗ് എ റിഫ്രഷിംഗ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് ഫീലിംഗ് ഓഫ് ജോയ് അമംഗ് ദ വില്ലേജേഴ്സ്. ഒരു റിതമിക് ആയിട്ടുള്ള വോയിസ്, നമുക്കറിയാം പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന താളം സ്വരങ്ങളൊക്കെ കൂടിച്ചേരുന്നതായിട്ട് മഴയെ പറയുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കൊരു പുനർജീവൻ, ഒരു റീഫ്രഷിങ് തരുന്നുണ്ട്. ആൻഡ് അപ്ലിഫ്റ്റിംഗ്, നമ്മുടെ സന്തോഷങ്ങളെ ഒന്നും കൂടിയും വലുതാക്കാൻ, അപ്ലിഫ്റ്റ് ചെയ്യാൻ, ഒന്നും കൂടിയും ഒന്ന് വലുതാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാത്രമല്ല വില്ലേജേഴ്സിൻ്റെ. ഇനി നെക്സ്റ്റ്, വൈ വാസ് ദ ഓതർ അഫ്രൈഡ് ഈവൻ ടു സൈ ഇൻ പ്ലഷർ വൈൽ വാച്ചിങ് ദ റെയിൻ. മഴ കാണുമ്പോൾ ഒന്ന് നെടുവീർപ്പിടാൻ പോലും നമ്മുടെ ഓതറിന് പേടിയാവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദ ഓതർ വാസ് അഫ്രൈഡ് ടു സൈ ഇൻ പ്ലഷർ വൈൽ വാച്ചിങ് ദ റെയിൻ ബിക്കോസ് ദേ വറീഡ് ഇറ്റ് മൈറ്റ് ജിങ്സ് ദ റെയിൻഫോൾ. കാരണം ഈ റെയിൻഫോളിന് അതൊരു തടസ്സമാകുമോ എന്നുള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഓതർ അവിടെ ഒന്ന് നെടുവീർപ്പ് പോലും ഇടാത്തത്. ഓക്കെ, അടുത്തത് നമ്മൾ ആക്ടിവിറ്റി സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെയാണ്. നമുക്ക് നോക്കാം. ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ദ ബിഹേവിയർ ഓഫ് ദ മൺസൂൺ. മഴക്കാലത്തിൻ്റെ ആ ഒരു സ്വഭാവ രീതികൾ എങ്ങനെയാണ് ഓതർ പറഞ്ഞിരിക്കുന്നത്? ദ ഓതർ ഡിസ്ക്രൈബ് ദ മൺസൂൺ ആസ് അൺപ്രിഡിക്റ്റബിൾ. നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, മുൻപേ തന്നെ പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഓഫൺ ലേറ്റ് ലീഡിങ് ടു ഡിസപ്പോയിൻമെൻറ്റ് ഫോർ ദ വില്ലേജസ്. അതുമാത്രമല്ല ചില സമയത്ത് അത് ലേറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ എന്താണ് അത് വില്ലേജേഴ്സിന്, ഗ്രാമവാസികൾക്ക് നിരാശ കൊടുക്കും. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദ വില്ലേജേഴ്സ് ഫീൽ അബൌട്ട് ദ ഡിലേയ്ഡ് മൺസൂൺ. ഇങ്ങനെ വൈകി വന്ന മഴക്കാലത്തെ കുറിച്ചിട്ട് എന്താണ് വില്ലേജേഴ്സിന് അനുഭവപ്പെട്ടത്? ദ വില്ലേജേഴ്സ് ഫെൽറ്റ് ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നിരാശ എന്ന് തന്നെയാണ് പറയുന്നത്. അവർക്ക് നിരാശ, അവർ ആഗ്രഹിച്ചിരുന്ന സാധനം വരാതാവുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് അബൌട്ട് ദ ഡിലേയ്ഡ് മൺസൂൺ. നെക്സ്റ്റ്, വാട്ട് ഇമോഷൻ ആൻഡ് സെൻസേഷൻ ഡിഡ് ദ ഓതർ എക്സ്പീരിയൻസ് വെൻ ദ മൺസൂൺ ഫൈനലി കെയിം. അങ്ങനെ അവിടെ ഫൈനലി അവിടെ മൺസൂൺ വന്നപ്പോൾ എന്ത് ഇമോഷൻസ് ആണ് നമ്മുടെ ഓതറിന് തോന്നിയത്? വെൻ ദ മൺസൂൺ അറൈവ്ഡ് ദ ഓതർ ഫെൽറ്റ് റിലീഫ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് എൻജോയിങ് ദ റീഫ്രഷിംഗ് സൗണ്ട് ആൻഡ് കൂൾനെസ് ഓഫ് ദ റെയിൻ. റെയിൻ്റെ തണുപ്പും അതുപോലെ ആ ഒരു പുതുമയും അതെല്ലാം ആഘോഷിച്ച് ആഹ്ലാദിച്ച് സ്നേഹവും സന്തോഷവുമാണ് നമ്മുടെ ഓതറിന് തോന്നിയത്. നെക്സ്റ്റ്, discuss the author's anticipation, reflection and experience of the monsoon and the sense of well-being bring to her. അപ്പോൾ ഓതറിന് എങ്ങനെയായിരുന്നു ആ മഴക്കാലം വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ആഹ്ലാദം, ഉത്കണ്ഠ, അതുപോലെ സന്തോഷം, അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് എഴുതേണ്ടത്. The author looked forward to the monsoon knowing it was important for the villagers. വില്ലേജേഴ്സിന്, ഗ്രാമവാസികൾക്ക് അത്യാവശ്യമാണെന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ മൺസൂണിനെ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. ആൻഡ് നാച്ചുറൽ വെൻ ദ റെയിൻ ഫൈനലി കെയിം ഇറ്റ് ബ്രോട്ട് ഹെർ ജോയ് ആൻഡ് സെൻസ് ഓഫ് വെൽബീങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കാത്തിരുന്ന് മഴ വന്നപ്പോൾ അതൊരു സന്തോഷം കൊടുത്തു. അതുപോലെ തന്നെ ലിഫ്റ്റിംഗ് ഹെർ സ്പിരിറ്റ് ആൻഡ് മീറ്റിംഗ് ദ കമ്മ്യൂണിറ്റി ഹോപ്സ്. നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ ഹോപ്പ്, അവരുടെ എല്ലാ ആശകളെയും അല്ലെങ്കിൽ അവരെന്താണോ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് അതൊക്കെ മീറ്റ് ചെയ്തു എന്നുള്ള സന്തോഷമുണ്ട്. മഴ കിട്ടി, ഇനി വരൾച്ച ഉണ്ടാവില്ല, അത് സന്തോഷിക്കാം എന്നുള്ള ഫീലിങ്സാണ് ആളുടെ മനസ്സിൽ പോയത്.
ഇനി ഡിസ്ക്രൈബ് ദിസ് ഇയേഴ്സ് മൺസൂൺ ഇൻ യുവർ വേർഡ്സ്. ഈ വർഷത്തെ മഴക്കാലത്തെക്കുറിച്ച് നിങ്ങളുടെ വാക്കിൽ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇയേഴ്സ് മൺസൂൺ വാസ് ഡിലേഡ്. ഇപ്പോൾ കുറച്ച് വൈകി ഈ വർഷത്തെ മഴക്കാലം. ബട്ട് ബ്രോട്ട് മച്ച് നീഡഡ് റെയിൻ. പക്ഷേ ആവശ്യമുള്ള അത്രയ്ക്കും മഴ കൊണ്ടുവന്നു. റീഫ്രഷിംഗ് ദ ലാൻഡ് ആൻഡ് ബ്രിങ്ങിങ് ജോയ് ടു എവരി വൺ. എല്ലാവർക്കും സന്തോഷം നൽകി, നമ്മുടെ ലാൻഡിനൊരു പുതുർമ നൽകി, നമ്മുടെ ഓരോ സ്ഥലങ്ങൾക്കും. ഇറ്റ് ഹെൽപ്ഡ് ദ ക്രോപ്സ്. നമ്മുടെ ധാന്യങ്ങൾ, വിളയങ്ങൾക്ക്, അതിലേക്കൊക്കെ എന്ത് കൊടുത്തു? അവരൊക്കെ ഹെൽപ്പ് ചെയ്തു. നല്ല വെള്ളം അവർക്ക് കിട്ടിയല്ലോ. വിളകളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വളരാൻ തുടങ്ങി. ആൻഡ് കൂൾ ദ റെയിൻ. നമ്മുടെ റെയിൻ അല്ല, എയർ, നമ്മുടെ കാറ്റിനെ തണുപ്പിച്ചു. ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് റിലീഫ് ആൻഡ് ഹാപ്പിനെസ്. എല്ലാത്തിൽ നിന്നുള്ളൊരു ഹാപ്പിനെസ് തന്നുകൊണ്ട് ആ മഴ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ആക്ടിവിറ്റി സെക്ഷനിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ യുവർ സോഷ്യൽ മീഡിയ ഫ്രണ്ട് ഹൂ ഇസ് ആൻ ഓസ്ട്രേലിയൻ കംസ് അക്രോസ് ദ ആർട്ടിക്കിൾ വെയിറ്റിംഗ് ഫോർ റെയിൻ റിട്ടൺ ബൈ അനിത നായർ. He sent you an email expressing his wish to visit Kerala during the forthcoming monsoon season. Draft your reply to the email. അപ്പോൾ നിങ്ങളുടെ ഒരു ഓസ്ട്രേലിയൻ ഫ്രണ്ട് നമ്മുടെ ഈ ഒരു റൈറ്റിംഗ് വായിച്ചു. വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറഞ്ഞ അനിത നായരുടെ റൈറ്റിംഗ് വായിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ അയച്ചേക്കാണ്, ഇനി വരാൻ പോണ മഴക്കാലത്ത് എനിക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ നിങ്ങളോട് തിരിച്ചൊരു ഇമെയിൽ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നുള്ളിടത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. പേര് കൊടുത്തിട്ട് @gmail.com എന്ന് കൊടുക്കുക. പിന്നെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? വിഷ് ടു വിസിറ്റ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഹാപ്പി ടു സീ യു ആർ വിസിറ്റിംഗ് കേരള അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ സ്റ്റാർട്ട് ചെയ്യുക ഹി, ഹായ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഐ എം ത്രില്ഡ് ടു ഹിയർ യു വാണ്ട് ടു വിസിറ്റ് കേരള ഡൂയിങ് ദ മൺസൂൺ. ഈ മഴക്കാലത്ത്, ഇനി വരാൻ പോകുന്ന മഴക്കാലത്ത് നിനക്ക് കേരളത്തിൽ വിസിറ്റ് ചെയ്യണമെന്ന് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടൈം ഹിയർ. ഇവിടെ ഏറ്റവും മനോഹരമായ സമയമാണത്. വിത്ത് ലഷ് ഗ്രീനറി ആൻഡ് റീഫ്രഷിംഗ് റെയിൻ. പുതുമ നൽകുന്ന മഴയും അതുപോലെ തന്നെ ലഷ് ഗ്രീനറി എന്ന് പറയുമ്പോൾ നിറഞ്ഞു കവിഞ്ഞു കൊടുക്കുന്ന ആ ഒരു പച്ചപ്പ് കൊണ്ട് ഞങ്ങളുടെ സ്ഥലത്ത്. യു വിൽ എക്സ്പീരിയൻസ് ദ വൈബ്രൻറ്റ് കൾച്ചർ. പല രീതിയിലുള്ള സംസ്കാരങ്ങളും ആൻഡ് ഡെലീഷ്യസ് ഫുഡ്. നല്ല ഭക്ഷണവും സ്വാദിഷ്ടമായ ഭക്ഷണവും നിനക്ക് കിട്ടും. ലെറ്റ് മീ നോ യുവർ ട്രാവൽ ഡേറ്റ്. നീ വരാൻ പോകുന്ന ട്രാവൽ ഡേറ്റ് എനിക്കൊന്ന് അറിയണം. ആൻഡ് ഐ ക്യാൻ സജസ്റ്റ് സം മാസ്റ്റർ സീ പ്ലേസസ്. എന്തായാലും കാണേണ്ട കുറച്ച് പ്ലേസസ് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ആക്ടിവിറ്റി കാൺട്ട് വെയിറ്റ് ടു ഷോ യു അറൗണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, ഇവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കാണേണ്ട സ്ഥലങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എനിക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റില്ല. നീ എന്തായാലും എനിക്ക് നിന്നെ ഇവിടെയൊക്കെ കാണിക്കാനായിട്ട്. ആൻഡ് കാൺ വെയിറ്റ് ടു ഷോ യു അറൗണ്ട്. ചുറ്റും കാണിക്കാനായിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബെസ്റ്റ് യുവർ നെയിം. ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതിക്കോ. എന്നിട്ട് താഴെ നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ സെൻഡ് എന്ന് പറഞ്ഞാൽ ആളിലേക്ക് പോവും. അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് എന്ന് കൊടുത്താൽ നേരെ ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അതിലത്തെ ഏതെങ്കിലും ഫയൽസ് ഓപ്പൺ ആവും. ഫോൺ ആണെങ്കിൽ അതിലത്തെ എന്തെങ്കിലും ഡ്രൈവോ ഫോട്ടോസ് ഫയൽസ് ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് ഫോട്ടോസ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം, സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാൻസൽ അടിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈ കോൺവെർസേഷൻ ആണ് കേട്ടോ. ആസ് ദ എഡിറ്റർ ഓഫ് യുവർ സ്കൂൾ മാഗസിൻ പ്ലാൻ ടു ഇൻ്റർവ്യൂ അനിത നായർ. ഡ്രാഫ്റ്റ് എ ടെലിഫോണിക് കോൺവെർസേഷൻ സീക്കിംഗ് ഹെർ കൺസെൻറ്റ് ഫോർ എ പേഴ്സണൽ ഇൻ്റർവ്യൂ. അനിത നായറായിട്ട് നമ്മുടെ മാഗസിനിലേക്ക് നമുക്കൊരു എഡിഷൻ വേണം. അപ്പോൾ അതിനായിട്ട് അനിത നായറായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുക. ടെലിഫോണിക് കോൺവെർസേഷനാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആളുടെ ഒരു കൺസെൻറ്റ്, ആളുടെ ഒരു എന്താ പറയുക, ആൾ നമ്മൾ അനുവദിക്കണം. ഓക്കെ, ആ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് അതിനുള്ളതാണ് നമ്മളിപ്പോൾ കോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എഡിറ്റർ, ഹലോ ഇസ് ദിസ് അനിത നായർ. ഇത് അനിത നായർ ആണോ? അനിത നായർ. യെസ്, ദിസ് ഈസ് ഷീ. അതെ, ഞാനാണ്. എഡിറ്റർ, ഹി, ഐ ആം. എന്നിട്ട് നിങ്ങളുടെ പേര് പറയാം. ദ എഡിറ്റർ ഓഫ് നിങ്ങളുടെ സ്കൂൾ മാഗസിൻ്റെ പേര് പറയാം. വീഡ് ലവ് ടു ഇൻ്റർവ്യൂ യു ഫോർ അവർ അപ്കമിങ് ഇഷ്യൂ. ഇനി വരാൻ പോകുന്ന മാഗസിൻ്റെ ഇഷ്യൂയിലേക്ക് താങ്കളുടെ ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് വേണം. അനിത നായർ, താങ്ക് യു, ഐ വുഡ് ബി ഹാപ്പി ടു കൺസിഡർ ഇറ്റ്. അത് കൺസിഡർ ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ എന്തായാലും വരുന്നുണ്ട്, താങ്ക് യു. അപ്പോൾ എഡിറ്റർ പറയാണ്, ഗ്രേറ്റ്, ഇറ്റ് വുഡ് ബി എ പേഴ്സണൽ ഇൻ്റർവ്യൂ ആൻഡ് വി ക്യാൻ ഡിസ്കസ് യുവർ വർക്ക് ആൻഡ് ഇൻസ്പിറേഷൻ. ഡു യു ഹാവ് സം ടൈം അവൈലബിൾ? അപ്പോൾ പറയുന്നത് ഇതൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. എനിക്ക് താങ്കളുടെ വർക്കിനെ പറ്റിയിട്ടും അതുപോലെ പ്രചോദനമായിട്ട് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാൻ പ്രചോദനമായ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയേണ്ടത്. കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുണ്ടാവൂ. അനിത നായർ പറയണം, ഷുവർ, ഐ ആം അവൈലബിൾ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞാൻ അവൈലബിൾ ആവും, എന്നെ കിട്ടും എന്ന് പറയാം. എഡിറ്റർ, പെർഫെക്റ്റ്, ഹൗ അബൌട്ട് ട്യൂസ്ഡേ 3 PM? അങ്ങനെയാണെങ്കിൽ ട്യൂസ്ഡേ 3 മണിക്ക് വൈകുന്നേരം പറ്റുമോ എന്ന് ചോദിക്കുക. അനിത നായർ, ദാറ്റ്സ് വർക്ക് ഫോർ മീ. അതെന്തായാലും എനിക്ക് നടക്കും, അതെനിക്ക് പറ്റും. എഡിറ്റർ, താങ്ക് യു സോ മച്ച്, ഐ ലുക്ക് ഫോർവേഡ് ടു അവർ കോൺവെർസേഷൻ. താങ്ക് യു, ഞാൻ എന്തായാലും കോൺവെർസേഷന് വേണ്ടിയിട്ട് ഞാൻ ഇനി മുന്നോട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് വെക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനിത നായർ, മീ ടു, ടോക്ക് ടു യു ദെൻ. ഓക്കെ, അപ്പോൾ പിന്നെ അപ്പോൾ സംസാരിക്കാം. അപ്പോൾ എഡിറ്റർ, ബായ്. അപ്പോൾ അനിത നായർ, ബായ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുക. കാരണം ഇത് നമ്മളൊരു കൺസെൻറ്റ് എടുക്കുക, നമ്മളൊരു അനുവാദം മേടിക്കുകയാണ്. അതിന് നമുക്ക് ഇത്രയേ വേണ്ട. ആക്ടിവിറ്റി 3,
ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരുപാട് ലാൻഡ് പ്ലേസസിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ബീച്ചസ് ഭയങ്കര ക്ലീനാണ്. മൺസൂൺ വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിന് പറയുന്നത് എന്താ, ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത്. കാരണം ക്ലീൻ ആയിട്ടുള്ള ബീച്ചസ്, പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ. പക്ഷേ ഇന്ന് അതൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസംഗം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എഴുതിയിട്ടുണ്ട്. Good morning everyone. Today I want to emphasize the importance of protecting our natural environment, especially in beautiful Kerala. നമ്മുടെ ഈ ഒരു മനോഹരമായ കേരളത്തിലെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങളിലേക്ക് പറയാനാണ് ഞാൻ അവിടെ തിരിക്കുന്നത്. Our lush landscape, clear beaches and heavy monsoon make it God's own country. നമ്മുടെ മനോഹരമായിട്ടുള്ള ബീച്ചസും അതുപോലെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ബീച്ചസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്താക്കി, അതുമാത്രമല്ല ഹെവി മൺസൂൺ, നല്ല മഴക്കാലവും നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി. ഹവവർ ഡിഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ത്രട്ടൺ ദിസ് ട്രഷർ. എന്നാൽ ട്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ നദികളെ എന്ത് ചെയ്യാനാണ്, ഭീഷണിപ്പെടുത്തുക. ത്രട്ടൺ എന്ന് വെച്ചാൽ എന്താ, ഭീഷണിയായിട്ട് വന്നത് ഡീഫോറസ്റ്റേഷനും എന്ന് പറഞ്ഞ് മരങ്ങൾ വെട്ടുക, പൊല്യൂഷൻ മലിനീകരണം, ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥ മാറ്റവും, ഇതൊക്കെയാണ് അതിനൊരു ഭീഷണിയായിട്ട് വന്നത്. We can all help by reducing waste, recycling, planting trees and conserving water. നമുക്ക് ഇതിനെയൊക്കെ സഹായിക്കാൻ പറ്റും. എങ്ങനെയാണ്, നമ്മൾ വെള്ളം സംരക്ഷിക്കണം, അതുപോലെ പ്ലാന്റിങ് ട്രീ, മരങ്ങൾ വെക്കണം, കട്ട് ചെയ്യാതെ വെക്കണം. റീസൈക്ലിങ്, വേസ്റ്റായ സാധനങ്ങൾ കത്തിക്കാതെ, എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കൊക്കെ കത്തിക്കാതെ അതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ നോക്കുക, വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുക. റെഡ്യൂസിങ് വേസ്റ്റുകൾ കുറയ്ക്കുക. ഈവൻ സ്മോൾ ആക്ഷൻ മാറ്റർ, കുഞ്ഞു പ്രവർത്തികൾ വരെ ഇതിനൊരു വലിയ കാരണമാകും. ടുഗദർ വി ക്യാൻ പ്രിസർവ് അവർ എൻവയോൺമെൻറ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ഒരു പ്രകൃതിയെ എന്ത് ചെയ്യാം, പ്രിസർവ് ചെയ്യാം, സംരക്ഷിക്കാം. താങ്ക് യു. ലെറ്റ്സ് കമ്മിറ്റ് ടു പ്രൊട്ടക്റ്റിംഗ് നാച്ചർ ടുഡേ. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് കമ്മിറ്റ്, നമുക്ക് ഏർപ്പെടാം. എന്തിലേക്ക് ഏർപ്പെടേണ്ടത്, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള പ്രക്രിയയിലേക്ക് നമുക്ക് ഏർപ്പെടാം എന്ന് പറയാം, ഒരുമിച്ച് നിൽക്കാം. ക്ലിയർ ആയല്ലോ? ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത് കളക്ട് എ ഫ്യൂ ഇൻസ്പയറിംഗ് ട്രാവൽ കോട്ട് ഫ്രം ട്രാവൽ മാഗസിൻ ആൻഡ് ബ്ലോഗ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു മാഗസിൻ ഉണ്ടാക്കാൻ പോകാം. മാഗസിനിൽ ട്രാവലിൻ്റെ കുറേ കാര്യങ്ങൾ, ട്രാവൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, അതിൽ നമ്മൾ ട്രാവൽ ചെയ്തതിൻ്റെ ഫോട്ടോസ്, അതിലേക്ക് നമുക്ക് കുറച്ച് കോട്ട്സ് വയ്ക്കണം. ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ഒരു മലയുടെ ഉള്ളിൽ കൂടെ സൂര്യൻ ഉദിക്കുന്ന ഒരു ഫോട്ടോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കോട്ട്സ് കൊടുക്കണം, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്, വായിക്കാം. Chasing sunrise in the mountain where every dawn feel like a fresh start. ഓരോ വൈകുന്നേരമല്ല, ഡോൺ എന്ന് വെച്ചാൽ രാവിലെ, ഡസ്ക് എന്ന് വെച്ചാണ് വൈകിട്ട്. അപ്പോൾ ഓരോ രാവിലകളും ഓരോ പകലുകളും എന്താണ്, ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂര്യനെ കാണാൻ പോകും. ഇൻ ദ മൗണ്ടൈൻ, സൂര്യൻ എപ്പോഴും ഉദിക്കുന്നത് നമ്മൾ പറയും മൗണ്ടൈൻ എന്നാണ് ഉദിക്കുക എന്നാണ് പറയുക. അസ്തമിക്കുന്നത് നമ്മുടെ കടലിലേക്കാണെന്നും പറയും. ഫൈൻഡിങ് പീസ് ബൈ ദ ഓഷ്യൻ. ഇനി നമ്മളൊരു കടലിൻ്റെ ഫോട്ടോയാണ് വെക്കണമെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ ഒരു കടൽ കാണാൻ പോയി, അപ്പോൾ അതിൻ്റെ ഫോട്ടോ കയ്യിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാഗസിനിലെ ട്രാവൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ താഴെ നമുക്ക് എന്ത് കുറിപ്പ് കൊടുക്കാം, ഫൈൻഡിങ് പീസ് ബൈ ദ ഓഷ്യൻ, സമാധാനം തേടുകയാണ് ഈ കടലിലൂടെ. ഇനി നമ്മളിപ്പോൾ ഏതെങ്കിലും സിറ്റീസിലൊക്കെ കാണാൻ പോയി, അപ്പോൾ ആ സിറ്റിയുടെ ഫോട്ടോയാണ് വെക്കണമെന്ന് വെച്ചാൽ എക്സ്പ്ലോറിങ് ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. സിറ്റിയുടെ ഹാർട്ടിലാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്താണ് ഉള്ളതെന്ന് പറയാം. ഇനി നിങ്ങൾ കുറേ മരങ്ങളുടെ ഇടയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുകയാണെങ്കിൽ ലോസ്റ്റ് ഇൻ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, എന്താണ്, പ്രകൃതിയിലെ ആ ഒരു സൗന്ദര്യത്തിന് മുന്നിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ എഴുതാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു റിസോർട്ടിലൊക്കെ പോയിട്ട് നിങ്ങളൊരു കപ്പ് ഓഫ് കോഫി കുടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് അവിടെ മലകളും അതുപോലെ മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം, ഷിപ്പിംഗ് എന്നല്ല, തെറ്റിയതാണ്, സിപ്പിംഗ് ആണ് കേട്ടോ. ഓക്കെ, സിപ്പിംഗ്, SIPPING, സിപ്പിംഗ് കോഫി വിത്ത് എ വ്യൂ. ഈ ഒരു കാഴ്ചകളുമായിട്ട് ഞാനിതാ കോഫീനെ ഒന്ന് സിപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഇതിനേക്കാൾ മനോഹരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ആലോചിക്കുക, നിങ്ങളുടെ കയ്യിൽ ട്രാവൽ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ട്രാവലിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മാഗസിൻ, അതിൽ എഴുതുന്ന അടിക്കുറിപ്പുകളോ, ഒരു ഫോട്ടോ നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് അതിലൊരു അടിക്കുറിപ്പ് എഴുതണം. അതിനാണ് ക്വാട്ട്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീഡിയോ ഡോക്യുമെൻ്ററി ആണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഓരോ സ്കൂളുകാരും പറയും, അതിനനുസരിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി. എന്തിനെ കുറിച്ചിട്ടാണ് അത് ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് വൺ ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് ആണ്. പ്ലേ വിത്ത് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളിതിൽ സാഗ ഓഫ് ദ ടിഫിൻ കാരിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ക്ലാങ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന 2 ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ ഇട്ടിട്ട് അടിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ശിങ്കാരി മേളത്തിനായാലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കുന്ന ശബ്ദം, അപ്പോൾ അതിനെ ക്ലാങ് എന്ന് പറയുന്നത്. ക്രാഷ് എന്ന് പറയുന്നത് എന്തോ പൊട്ടുന്ന ശബ്ദം, എന്തോ കൂട്ടിമുട്ടി പൊട്ടുന്ന ശബ്ദം. അപ്പോൾ ഈ 2 പിക്ചേഴ്സ് കണ്ടപ്പോൾ അതിൽ എന്താണെന്നുള്ളത് എഴുതാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാങ് റെഫേഴ്സ് ടു ദ ലൗഡ് റിംഗിങ് സൗണ്ട് മെയ്ഡ് വെൻ മെറ്റൽ ഒബ്ജക്റ്റ് ഹിറ്റ് ഈച്ച് അതർ. മെറ്റൽ ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിനെ ക്ലാങ് എന്നവർ പറയുന്നു.
ക്രാഷ് മീൻസ് എ സഡൻ ലൗഡ് നോയ്സ് ടിപ്പിക്കലി റിസൾട്ട് ഫ്രം എ കൊളീഷൻ ഓർ ബ്രേക്കിംഗ്. എന്തോ പൊട്ടുന്നു അല്ലെങ്കിൽ എന്തോ കൊളീഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ കൂട്ടിമുട്ടുന്നു. ഓക്കെ, അതിലുണ്ടാകുന്ന ശബ്ദത്തിന് അവർ ക്രാഷ് ചെയ്യുന്നു എന്ന് പറയും. നമ്മൾ പ്ലെയിൻ ക്രാഷ് എന്നൊക്കെ പറയാറുണ്ട്. കൂട്ടിമുട്ടി പ്ലെയിൻ തട്ടി തകർന്നു പോകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഈ വാക്കുകളെ പറയുന്നത് എന്താണ്? ഓണോമാറ്റോപ്പിയ എന്നാണ് പറയുന്നത്. ഓണോമാറ്റോപ്പിയ. അപ്പോൾ അവിടെ വേറെയും കുറേ വാക്കുകൾ തന്നിട്ടുണ്ട് കേട്ടോ. പോപ്പ്, സ്പ്ലാഷ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. സ്പ്ലാഷ്, ബൂം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ പറയുന്നത് ഓണോമാറ്റോപ്പിയ. ഓരോന്നുണ്ടാകുന്ന ശബ്ദത്തിനെ നമ്മളിപ്പോൾ ബീസിൻ്റെ ശബ്ദത്തിനെ, ഇപ്പോൾ തേനീച്ചകളുടെ ശബ്ദത്തിന് നമ്മൾ ഓരോ ചാപ്റ്ററിലും പറയുമ്പോൾ ബസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഇനി താഴെ തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്, നമ്മുടെ ചാപ്റ്ററിലെ ഭാഗമാണത്. അതിൽ ഞാൻ ഓരോ വാക്ക് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് എന്താണ്, സ്ട്രീംസ് ഗ്രൗൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രീസ് ഗ്രൗൾ ചെയ്യുന്നുണ്ട്, മുരളുന്നുണ്ട്, മുഴങ്ങുന്നുണ്ട്, അതുപോലെ അവർ കിടന്ന് കരയുന്നുണ്ട്, അവരുടെ ശബ്ദങ്ങളെ പറയുന്നുണ്ട്. ഹിസ്ഡ് ആൻഡ് വിസ്പേർഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞ, അവർ മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളാണ് ഓരോ സ്വരങ്ങളെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓണോമാറ്റോപ്പിയ വേർഡ്സ് നിങ്ങളോട് ഈ പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ വേർഡ്സ് ഇനി ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, കാരണം ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ മീനിങ് പറഞ്ഞു, നമ്മളതിൻ്റെ സിറ്റുവേഷൻസ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം, കാണാത്തവരുണ്ടെങ്കിൽ ആ ഭാഗം പോയി നോക്കിയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാൻ ആൻസേഴ്സൊക്കെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം സ്വയം ചെയ്യാൻ നോക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസർ കറക്റ്റാണോ നോക്കുക. ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, വാതിലടയ്ക്കുന്ന ശബ്ദം അതിൽ കൊടുത്തിരിക്കുന്നത് ബാങ്ക്ഡ് എന്നാണ്, തട്ടി അടയ്ക്കുന്നു എന്നുള്ള രീതിയിൽ. അതുപോലെ അവിടുന്ന് കുറ്റി അഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ അടച്ചിട്ട വാതിൽ തുറക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അൺലാച്ച്ഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒന്ന് എഴുതുക. ഓക്കെ, ഇതുപോലെ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ട്. ആൻസേഴ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് സിമ്പിളായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോസും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആൻസർ പറയാം. ബീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെഹിക്കിളിൻ്റെ ഹോണാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ എത്രാമത്തെ ആയിട്ട് വരും? 4-മത്തെയാണ് നമ്മുടെ ആൻസർ വരിക. അതിൽ പറയുന്നുണ്ട് ഹോൺ ഓഫ് എ വെഹിക്കിൾ ഓർ ആൻ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന്. അടുത്തത് ക്രാക്കിളാണ്. ക്രാക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എന്തോ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ പൊട്ടുന്ന ശബ്ദം. അപ്പോൾ നമുക്ക് കുക്ക്ഡ് ഓവർ എ ഫ്ലെയിം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഫയറിലാണ്, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള സൗണ്ട്സിനെയാണ് പറയുന്നത്. അടുത്തത് ഫ്ലട്ടർ. പൂമ്പാറ്റ എങ്ങനെ അതിൻ്റെ ചിറകുകൾ അടിക്കുന്നുണ്ട്, അതിനെ നമ്മൾ എന്താ പറയുക? മേക്ക് എ നോയ്സ് ബൈ മൂവിങ് വിത്ത് വിങ്സ് ക്വിക്കലി എന്ന് നമുക്ക് പറയാം. അടുത്തത് 2 കുട്ടികൾ ചിരിക്കുന്നതാ, ജിഗിൾ. അപ്പോൾ അതിൽ നമുക്ക് എങ്ങോട്ട് പോവാം? 2-മത്തെ ലോഫ് ഇൻ എ ലൈറ്റ് സിൽക്കി വേ. ബാക്കി 2-3 നിങ്ങൾക്ക് എഴുതിക്കൂടെ, അവിടെ തന്നെ ആൻസേഴ്സ് ഉണ്ട്, നോക്കി കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ കുറച്ച് വാക്കുകൾ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ഫസ്റ്റ് വൺ ബസ് എന്ന് എഴുതിയിട്ടുണ്ട്, തെറ്റാണ്. BU സെഡ് ആണ് ആൻസർ. BU സെഡ് ബസ്. ഞാൻ പറഞ്ഞു ബീസിൻ്റെ ശബ്ദം. പിന്നെ ക്രാഷ്, സ്പ്ലാഷ്, പോപ്പ്, ബാങ്, വിസ്പർ, ഡ്രിപ്പ്, ടിക് ടോക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. ഇനി അടുത്തത് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ചൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഓണോമാറ്റോപ്പിക് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളോട് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. ദബാവാലയുടെയാ. ദബാവാല 1, ഹേ ഹൗസ് യുവർ ഡേ. ഒരു ദബാവാല ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ ദബാവാല 2 പറയുന്ന ടെറിബിൾ, ട്രെയിൻസ് ആർ ലേറ്റ് ആൻഡ് ദേഴ്സ് എ കോൺസ്റ്റൻറ്റ് ഡാഷ് ഓഫ് അനൗൺസ്മെൻറ്റ്. അനൗൺസ്മെൻറ്റിൻ്റെ ആ ഒരു ശബ്ദത്തിന്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റിനെ പറയുമ്പോൾ ആ അനൗൺസ്മെൻറ്റിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് മുഴങ്ങുന്ന ഒരു ശബ്ദമാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ബ്ലയർ എന്ന്. ഇനി ദബാവാല 2, മൈ കാർട്ട് ഹിറ്റ് എ പുതോൾ ആൻഡ് ദർ വാസ് എ ലൗഡ് ഡാഷ് ഐ ഹോപ്പ് നൺ ഓഫ് ദ ഡബ്ബ ഹാഡ് ഡാഷ്. എ ലൗഡ്, ഒരു വലിയ ലൗഡ് വോയിസിനെ നമ്മൾ പറയുന്നതാണ് തഡ് എന്നുള്ളത്. അനൗൺസ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ ബ്ലയർ എന്ന് പറഞ്ഞു. ഒരു വലിയ വോയിസിനെ നമ്മൾ തഡർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇടിവെട്ട്, അതുപോലെ തഡ് എന്ന് പറയുന്നു. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ഡബ്ബകളും ഒരു ടിഫിൻ ബോക്സുകളും ഡാഷ് എന്താണ്, ക്രാക്ഡ്, പൊട്ടിയിട്ടുണ്ടാവില്ല, പൊട്ടി തകർന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദബാവാല 2, ഗാർഡനേഴ്സ് മുംബൈ റോഡ് ആർ ഓൾവേസ് ഇൻ ചാലഞ്ച്. എപ്പോഴും ഒരു ചാലഞ്ചിങ് ആണ് നമ്മുടെ ഒരു മുംബൈ റോഡ്സ് എന്ന് പറയുന്നത്. ദബാവാല 1, ട്രൂ ദർ ഈസ് സോ മച്ച് ഡാഷ് ബൈ വെഹിക്കിൾ ഓൺ ദ റോഡ്. അപ്പോൾ വെഹിക്കിളിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഹോങ്കിങ് എന്ന് എഴുതാം. ആ വെഹിക്കിളിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്നതിന് പറയുന്നത്. ദബാവാല 2, ഡോണ്ട് യു ഹിയർ ദാറ്റ് ഡാഷ് ഫ്രം ദ സ്ട്രീറ്റ് ഫുഡ് സ്റ്റാൾ. ഫുഡ് സ്റ്റാൾ എന്ന് കേൾക്കുന്ന ശബ്ദത്തിന് നമ്മൾ എന്താ പറഞ്ഞത്? സിസിൽ. ദേ ആർ ഫ്രൈയിങ് സംതിങ്. ഫ്രൈ ചെയ്യണേനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഐ ആം ഹംഗ്രി ലെറ്റ് us ഡാഷ് സം വടാപ്പാവ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു വർക്ക്. നമുക്ക് കുറച്ച് വടാപ്പാവ് പോയി കഴിക്കാം, അതിനെ പറയുന്നത്, അല്ലെങ്കിൽ വിഴുങ്ങാം എന്ന് പറയുന്നത് ഗോബിൾ എന്നാ പറയുക. ഗോബിൾ എന്ന് വെച്ചാൽ വിഴുങ്ങുക എന്നർത്ഥം, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് കഴിക്കാം എന്നാണ്.
ഇനി ദ ബവാല 2 ഹറി അപ്പ് ദർ ഇസ് എ ഡാഷ് ഇൻ ദ സ്കൈ. ആ ഒരു സ്കൈയിൽ റംബ്ലിങ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ നമ്മുടെ ഇടിവെട്ടിൻ്റെ ഒക്കെ ചെറിയ മുഴക്കങ്ങളുണ്ട്. ഇറ്റ് മൈറ്റ് ഡാഷ് സൂൺ, ഇറ്റ് മൈറ്റ് ഡ്രിസിൽ സൂൺ എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓരോ ആക്ടിവിറ്റീസും അടുത്തടുത്ത ആക്ടിവിറ്റീസ് ആയിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഓരോ ABCD സെക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കി തന്നെ ചെയ്തു പോവാട്ടോ. അടുത്ത നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൻ്റെ വാക്കുകളുടെ സിനോണിംസ് താഴെ തന്നിട്ടുണ്ട്. വേറെ മീനിങ്സ് താഴെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള വേർഡുകൾ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് ഇൻ ദ ബസ്റ്റലിംഗ് ഹേർട്ട് ഓഫ് എ മെട്രോപോളിയൻ സിറ്റി ദർ വാസ് എ സ്റ്റോക്കി മാൻ നെയിംഡ് ആനന്ദ്. സ്റ്റോക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര കരുത്തുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനോട് മാച്ച് ആകുന്ന വേർഡ് എന്ന് പറയുന്നത് സ്റ്റർഡിയാണ്. സ്റ്റർഡിയുടെ വേർഡും ശക്തൻ എന്നാണ് പറയാം. അടുത്തത് ഹി വാസ് നോൺ ഫോർ ദ ഇൻക്രെഡിബിൾ നാക്ക് ഓഫ് സോൾവിങ് ആൽഫാ ന്യൂമറിക്കൽ പസിൽ. അപ്പോൾ ആൾക്ക് നല്ല ബുദ്ധിയായിരുന്നു. എത്ര ആൽഫാ ന്യൂമറിക്കൽ പസിൽ കിട്ടിയാലും ആൾ സോൾവ് ചെയ്യും. ഇൻക്രെഡിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ അത്രയ്ക്കും അധികം ആളത് ചെയ്യും, സോൾവ് ചെയ്യും. അപ്പോൾ അതിനെ പറയുന്ന മറ്റൊരു വാക്കാണ് നമ്മൾ അൺബിലീവബിൾ. അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ഡാർക്കിൽ എഴുതിയിരിക്കുന്ന ലൈൻസ് മാത്രമാണ് വായിച്ചു പോകുന്നുള്ള കാരണം ഒരുപാട് ടൈമായി നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ എത്രയും ഫാസ്റ്റായിട്ട് നിർത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഹി വാസ് റൈറ്റ്ലി ഗ്രീറ്റഡ് കോർട്ടസ്ലി ബൈ അതേഴ്സ്. എല്ലാവരെയും ഈ ഒരു കോർട്ടസ്ലി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വിനീതമായിട്ടാണ് എല്ലാവരെയും ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യണത്. എല്ലാവരും ആളെന്താ ചെയ്യുക, ഗുഡ് മോർണിംഗ് ആയാലും ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനും അത്രയും വിനീതമായിട്ട്. അപ്പോൾ അതിനോട് യൂസ്ഡ് ആവുന്ന വാക്ക് ഏതായിരിക്കും? റെസ്പെക്റ്റ്ഫുള്ളി ആയിരിക്കും, ബഹുമാനത്തോടെ. നെക്സ്റ്റ് വൺ ആഫ്റ്റർ ദേ വർ സ്ട്രക്ക് ബൈ ടർബുലൻസ് ഇൻ ദ സെക്യൂരിറ്റി സിസ്റ്റം. സെക്യൂരിറ്റി സിസ്റ്റത്തിൽ എന്തോ ഒരു തടസ്സമുണ്ടായി, അതിനാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഈ ഒരു തടസ്സത്തിന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പങ്ങളുണ്ടായി എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്നത് ചോസ് ആണ് കേട്ടോ. ചോസ് എന്ന് പറയുന്നത് കുഴപ്പങ്ങളുണ്ടായി എന്നാണ് അർത്ഥം. ദെയർ ആൽഫാ ന്യൂമറിക്കൽ കോഡ്സ് ഹാഡ് ബീൻ കോംപ്രമൈസ്ഡ് ആൻഡ് ആനന്ദ് വാസ് സമോൺഡ് ടു ദ കമ്പനീസ് ഹെഡ് ക്വാർട്ടർ. അപ്പോൾ സമോൺഡ് എന്ന് പറഞ്ഞാൽ വിളിപ്പിക്കുക എന്നർത്ഥം. അവിടുത്തെ ആൽഫാ ന്യൂമറിക്കൽ കോഡിന് എന്തോ ഒരു കോംപ്രമൈസ്, എന്തോ ഒരു തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സമോൺ ചെയ്തു എന്ന് വെച്ചാൽ വിളിപ്പിക്കുക. അതിന് നമ്മൾ പറയുന്ന വേറെ വാക്ക് നമുക്ക് താഴെ നിന്ന് ഏതെഴുതാം? കോൾഡ് എന്ന് എഴുതാം, CALLED. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആനന്ദസ് ഹേർട്ട് വെന്റ് ഔട്ട് ടു ഹിം ആസ് ഹി ലിസൺ ടു ദ ടെയിൽ ഓഫ് എ മാൻ ഓൺ ദ ബ്രിങ് ഓഫ് പെന്യൂറി. പെന്യൂറി എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം. അതിന് പറയുന്ന മറ്റൊരു മീനിങ് എന്താണ്? ഡെസ്റ്റിറ്റ്യൂഷൻ. ഡെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാലും ദാരിദ്ര്യം എന്നാണ് പറയാം. വിത്ത് കമൻറ്റബിൾ ഡെറ്റർമിനേഷൻ. കമൻറ്റബിൾ എന്ന് പറഞ്ഞ് പ്രശംസനീയമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തലാണ് ആൾ കണ്ടുപിടിച്ചത്. അതിനെ ആ പ്രശംസനീയം എന്ന് പറയുന്നതിന് മറ്റൊരു വാക്ക് അഡ്മിറബിൾ ആണ്. അഭിനന്ദിക്കുക, പ്രശംസിക്കുക എന്ന് പറയുന്നു. ഇനി നോ ബൗണ്ട്സ് ആൻഡ് ഹി ഹേർട്ട്ലി എൻഡോസ്ഡ് ആനന്ദസ് ഇൻക്രെഡിബിൾ ടാലൻറ്റ്. എൻഡോസ്ഡ് എന്ന് പറഞ്ഞാൽ മീനിങ് അംഗീകരിക്കുക. ആനന്ദിൻ്റെ ആ ടാലൻറ്റിനെ പറ്റിയിട്ട് അവർ അംഗീകരിച്ചു. അതിന് പറയുന്ന മറ്റൊരു പേരാണ് സർട്ടിഫൈസ്, എന്ന് വെച്ചാൽ സാക്ഷ്യപ്പെടുത്തി, അല്ലെങ്കിൽ അതിനെ അവർ അംഗീകരിച്ചു എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? നമുക്ക് വേർഡ്സിൻ്റെ മീനിങ് അറിഞ്ഞാൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ മീനിങ് ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവിടെ നമുക്കൊരു എഡിറ്റ് ചെയ്യേണ്ട സെക്ഷൻ തന്നിട്ടുണ്ട്. ആ എഡിറ്റ് ചെയ്യേണ്ട സെക്ഷനിൽ അണ്ടർലൈനും അതുപോലെ ഡാർക്ക് കളറിലൊന്നും കൊടുത്തിട്ടില്ല. അത് നമ്മളോട് തിരുത്തി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ തെറ്റെന്ന് തോന്നുന്നു അത് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഫസ്റ്റ് ലൈനിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് TOO ടു എന്നാണ് പറയുക. TO എന്ന് എഴുതിയാലും ടു എന്നാണ് പറയുക. രണ്ടെണ്ണത്തിനും ഒരേ രീതിയിലാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. പക്ഷേ സ്പെല്ലിങ് വേറെയാണല്ലോ. ഇതുപോലെയുള്ള എഡിറ്റിംഗ് സെക്ഷനാണ് ഇതിൽ വരുന്നത് കേട്ടോ. നോക്കിയേ, ദ വെദർ വാസ് പെർഫെക്റ്റ്. ദ വെദർ എന്ന് പറഞ്ഞാൽ ഈ വെദർ അല്ല, കാലാവസ്ഥയെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് നോക്കുക. താഴെ ആ 2 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വെദറാണ് ഇവിടെ വരേണ്ടത്. അടുത്തത് അമിഡ് ലഷ് ടീ പ്ലാന്റേഷൻ. ടീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടീ എന്ന് പറയും. പക്ഷേ ഇവിടെ വേണ്ടത് നമുക്ക് എന്താണ്? TEA പ്ലാന്റേഷൻ. ടീ എന്നാണ് വേണ്ടത്. ഓക്കെ. ഇനി ഐ കുഡിൻ ഹെൽപ്പ് ബട്ട് മാവൽ അറ്റ് ദ വൈബ്രൻറ്റ് ഫ്ലോർ ഗാർഡൻ. ഫ്ലോർ ഗാർഡൻ അല്ല, ഫ്ലവർ ഗാർഡൻ ആണല്ലോ. ഫ്ലോർ എന്നൊക്കെ നമ്മൾ രണ്ടെണ്ണത്തിന് നമ്മൾ ഒരേ പ്രൊണൗൺസിയേഷൻ തന്നെ പറയാം. ഫ്ലവർ എന്നും പറയും. ഓക്കെ, അപ്പോൾ അവിടെ വേണ്ടത് ഫ്ലവറാണ്. ഇനി അടുത്തത് ഏറ്റവും വലിയ എക്സാമ്പിൾ താഴെ വരുന്നുണ്ട്. ഐ കെയിം അക്രോസ് എ വൈൽഡ് ബെയർ ബട്ട് മാനേജ്. ബെയർ എന്ന് പറയുന്നത് കാട്ടിലെ ഒരു ബെയറിനെ ഞാൻ ഓവർകം ചെയ്ത് വന്നു. ബെയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? BEAR, കരടിയെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നത് BARE. രണ്ടെണ്ണത്തിന് 2 മീനിങ്ങാണ്. ഇവിടുത്തെ മീനിങ് BARE എന്ന് പറഞ്ഞാൽ നഗ്നമായി, BEAR എന്ന് പറഞ്ഞാൽ കരടി. ഇനി താഴെ നോക്കിയേ, എ ഡെലീഷ്യസ് പീസ് ഓഫ് ഫ്രഷ്ലി ബേക്ക്ഡ് കേക്ക്. കേക്കിൻ്റെ ഒരു കഷ്ണത്തെയാണ് അവിടെ പറയുന്നത്. പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്നത് സമാധാനം എന്നുള്ള അർത്ഥമുള്ള പീസാണ്, PEACE. നമുക്ക് വേണ്ടത് എന്താ? PICE.
താഴെ നിന്നെടുത്ത് എഴുതുക. അതുപോലെ അടുത്ത ലൈൻ നോക്കിയേ, ഐ വാസ് ഫോർച്ചുനേറ്റ് ടു മീറ്റ് എ ഫ്രണ്ട്ലി ലോക്കൽ. മീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ലോക്കൽ, എനിക്ക് അറിയുന്ന ഒരാളെ ഞാൻ കാണുന്നു. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മാംസം എന്നുള്ള മീനിങ് ആണ്, MEAT ആണ്. അതാണോ നമുക്ക് വേണ്ടത്? അല്ല, MEET ആണ് നമുക്ക് വേണ്ടത്. ഇനി താഴെ നോക്കിയേ, സ്പോട്ട് ടു സീ ദ സ്റ്റണ്ണിങ് വിസ്റ്റ. അപ്പോൾ ഒരു സ്റ്റണ്ണിങ് വിസ്റ്റ അവിടെ കാണാൻ പോവാണ്. കാണാൻ പോകുമ്പോൾ നമ്മൾ കടലിനെ അല്ല കാണാൻ പോകുന്നത്, കാണാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ SEA അല്ല, SEE ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഐ കുഡിൻ ഹെൽപ്പ് ബട്ട് പെൻ എ ഫെയർ പോയം ഓൺ മൂന്നാസ് മാജിക് ബ്യൂട്ടി ഇൻ മൈ ഡയറി. എൻ്റെ ഡയറിയിൽ ഫെയർ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ എന്താ, കറക്റ്റായിട്ടുള്ളൊരു പോയമാണ് ഞാൻ എഴുതാൻ പോകുന്നത് എന്ന് പറയാം. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന FARE എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് നമ്മൾ ചിലവ് എന്നാണ് ഉദ്ദേശിക്കുക. ഇപ്പോൾ ബസ്സിന് കൊടുക്കുന്ന ചിലവ്, അങ്ങനെയുള്ള ചിലവുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് FAIR ആണ്. ക്ലിയർ ആയല്ലോ? വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സെയിം വാക്കുകൾ, പക്ഷേ മീനിങ് ഡിഫറെൻറ്റ്. അപ്പോൾ അതിനെന്തായിരിക്കും പറയുക? അതിനെ പറയുന്ന പേര് ഹോമോഫോൺസ് ആണ് കേട്ടോ. ഹോമോഫോൺസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു നമ്മൾ എന്തിലാണോ പാരഗ്രാഫിൽ ഇപ്പോൾ TOO എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ശരിക്കുള്ള ആൻസർ TO ആണ്. അതുപോലെ വെദർ എന്ന് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, ശരിക്കുള്ള ആൻസർ WEATHER ആണ്. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എടുത്തെഴുതാം കേട്ടോ. അപ്പോൾ ഇതിനെ പറയുന്ന പേര് ഹോമോഫോൺസ്. നെക്സ്റ്റ് ഇതിലെ B ക്വസ്റ്റ്യൻ, Hema's travel story is so fascinating that you decide to visit Munnar. You scribble down your thought in your diary using a variety of homophones. അപ്പോൾ അവിടെ നമ്മുടെ ഹേമ എന്ന് പറയുന്ന ഒരു കുട്ടി മൂന്നാറിലേക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, പോയിട്ടില്ല അവിടെ, തീരുമാനിച്ച് വെച്ചേക്കാണ്. അപ്പോൾ അവളുടെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും? അത് ഹോമോഫോൺസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ലൈനോട് കൊടുത്തിട്ടുണ്ട്, I too would love to visit Munnar. എനിക്ക് മൂന്നാറിലേക്ക് പോകാൻ ഇഷ്ടമാണ്, I too എന്ന് കൊടുത്തിട്ടുണ്ട്. ബിഫോർ സ്റ്റാർട്ടിങ് ഐ വുഡ് ചെക്ക് വെദർ ദ വെദർ ഈസ് ഫൈൻ. വെദർ കണ്ടോ അവിടെ വന്നത്? വെദർ 2 വാക്കുകളുണ്ടല്ലോ നമ്മൾ നേരത്തെ പാരഗ്രാഫിൽ പറഞ്ഞ പോലെ, പക്ഷേ ഇവിടെ ഈ വെദറാണ് വേണ്ടത്. ഓർ നോട്ട്, ഐ വുഡ് ലൈക്ക് ടു സീ ദ സീ ഓഫ് ഫ്ലവർ ഗാർഡൻ. എനിക്ക് കാണേണ്ടത് എന്താണ്? എനിക്ക് കാണേണ്ടത്, അത് SWE. സി പിന്നെ SEA. കണ്ടോ 2 വാക്കുകളും വന്നിട്ടുണ്ട്. കടലോളം പൂക്കളെയാണ് എനിക്ക് കാണേണ്ടത്. ദ മിസ്റ്റി എയർ ദെയർ ഫീൽസ് ലൈക്ക് എ ഡ്രീം. ഐ വിൽ ടേക്ക് എ ബ്രേക്ക് ഫ്രോം മൈ ഡെയിലി റുട്ടീൻ ടു എൻജോയ് ദ പീസ് ആൻഡ് ക്വയറ്റ്. കണ്ടോ ഇവിടെ PEACE ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, സമാധാനം. മനസ്സിലായല്ലോ? നമുക്ക് PIECE എന്ന് പറഞ്ഞ വേറൊരു വാക്കും കൂടി ഉണ്ട്. അപ്പോൾ ഹോമോഫോൺസ്. ഓക്കെ, അപ്പോൾ എനിക്ക് അവിടെ വേണ്ടത് എന്താ? ഐ വിൽ ടേക്ക് എ ബ്രേക്ക് ഫ്രം മൈ ഡെയിലി റുട്ടീൻ ടു എൻജോയ് ദ പീസ് ആൻഡ് ക്വയറ്റ്. ഒരു സമാധാനത്തിനും അതുപോലെ സാന്ത്വനത്തിനും വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുക്കുകയാണ്. ഐ ഹോപ്പ് ദ ഫെയർ, കണ്ട FARE, ഫോർ ദ ട്രിപ്പ് ഈസ് ഫെയർ ഇനഫ്. 2 ഫെയറും വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നു ആ വണ്ടിക്ക് കൊടുക്കാനുള്ള ഫെയർ, വരുന്ന കൂലി, ആ വണ്ടിക്കൂലിയാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് എല്ലാവർക്കും ഫെയർ, ന്യായമായിരിക്കും. അതാണ് FAIR എന്ന് പറയുന്നത്. കറക്റ്റ് ആയിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പം ഞാൻ കൊടുക്കുന്ന ട്രിപ്പിനുള്ള പൈസ അത് ന്യായമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആഫ്റ്റർ സ്പെൻഡിങ് സം ടൈം ഇൻ ദ സൺ, കണ്ട SUN. അതുപോലെ സൺ എന്ന് പ്രൊനൗൺസ് ചെയ്യണ വേറെ വാക്ക് ഏതാ? SON. അപ്പോൾ ഞാൻ കുറേ സമയം സണ്ണിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം. ആഫ്റ്റർ സ്പെൻഡിങ് സം ടൈം ഇൻ ദ സൺ, ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ കുറേ സമയം നിന്ന ശേഷം ഐ വിൽ സിറ്റ് ബൈ ക്വയറ്റ് സ്പോട്ട് ആൻഡ് റീഡ്. ഒരു സ്ഥലത്തിരുന്ന് ഞാൻ വായിക്കും. ലെറ്റിംഗ് മൈ സോൾ ഫീൽ ഹോൾ അഗെയിൻ. എല്ലാം കംപ്ലീറ്റ് ആയിന്ന് എൻ്റെ ഒരു ആത്മാവിന് തോന്നിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇതിൽ ഹോമോഫോൺസ് യൂസ് ചെയ്ത് അറിയാമല്ലോ. പീസ് ഉണ്ട്, ഫയർ ഉണ്ട്, സൺ ഉണ്ട്, സീ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. റീഡ് ദ സെൻറ്റൻസ് ഗിവൻ ബിലോ ഫ്രം വെയിറ്റിംഗ് ഫോർ റെയിൻ. വെയിറ്റിംഗ് ഫോർ റെയിനിൽ കുറച്ച് വാക്കുകൾ അവിടെ കൊടുത്തിട്ട് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കാട്ടിക്കൂട്ടി പോവുക, അതൊരു മലയാളം വാക്കാണ്, അതവർ ഇംഗ്ലീഷിൽ എഴുതിക്കുക. അങ്ങനെ മലയാളം കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷിൽ എഴുതുന്നതിന് നമ്മൾ പറയുന്നതാണ് കോഡ് സ്വിച്ചിങ്, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുക ട്രാൻസ്ലിട്രേഷൻ. കോഡ് സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഷയിലേക്ക് വരിക. അതിനുള്ള എക്സാമ്പിളാണ് അവിടെ വിളംബകാലം, അതുപോലെ മധ്യമകാലം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ മലയാളം വാക്കാണ്, അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇതിന് മുൻപ് നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ, അത് ഞാൻ പെട്ടെന്ന് ഇതിൽ കൊടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കോൺവെർസേഷനിൽ പുട്ട് ത്രൂ, ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള 2 വേർഡ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്രേസസും അതിൻ്റെ മീനിങ് ഒക്കെ പഠിച്ചുള്ളതാണ് കേട്ടോ. ഹൗ അബൌട്ട് ട്രൈങ് ടു ഗസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസസ് ഫ്രം ദ കോൺടെസ്റ്റ്. ഇതിൻ്റെ മീനിങ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പുട്ട് ത്രൂ എന്ന് പറഞ്ഞാൽ ടു മേക്ക് സംവൺ എക്സ്പീരിയൻസ് സംതിങ് അൺപ്ലസൻറ്റ് ഓർ ഡിഫിക്കൽട്ട്. ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്തുക, അതിനെയാണ് പുട്ട് ത്രൂ എന്ന് പറയുക. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ടു മാനേജ് ഓർ ഡീൽ വിത്ത് എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനായിട്ട് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്ത് പോവുക എന്നുള്ള മീനിങ് ആണ് ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെ നമുക്ക് ഒരു ഡയറി തന്നിട്ടുണ്ട്. അതിലെ
ഫ്രേസസ് ഇങ്ങനെ വരുന്ന ഫ്രേസസ് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചുള്ളതാണ്, കൂടുതൽ വീണ്ടും വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇതിൽ കം റൗണ്ട്, കെയിം ബാക്ക്, കെയിം അക്രോസ്, കെയിം ബൈ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫ്രേസസ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ വാക്കുകളുടെയൊക്കെ മീനിങ് എന്താണെന്നുള്ളത് എഴുതണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്, അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അതിൽ ഏതൊക്കെയാണ് ഫ്രേസസ് എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത് അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. കം അക്രോസ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ഓർ ഫൈൻഡ് സം വൺ ഓർ സംതിങ് ബൈ ചാൻസ്, ഒരാളെ നമ്മൾ കണ്ടുമുട്ടാൻ പോവുക അല്ലെങ്കിൽ കാണാൻ പോവുക. കം ബൈ എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് സംതിങ് ബൈ എഫേർട്ട് ഓർ ബൈ ചാൻസ്, അപ്പോൾ നമുക്ക് നമ്മുടെ കഠിന ഫലം കൊണ്ട് നമുക്ക് എന്തോ കിട്ടുക, അതാണ് കം ബൈ. കം ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു വരിക, ടു റിട്ടേൺ. കം റൗണ്ട് എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് സം വൺ ഇൻ ദെയർ ഹോം, ഒരാളുടെ വീട്ടിൽ പോയിട്ട് അവരെ കാണാൻ പോവുക, കം റൗണ്ട്. ഇനി കം ഓവർ എന്ന് പറഞ്ഞാൽ ടു ഇൻഫ്ലുവൻസ് ഓർ എഫക്റ്റ് സം വൺ സഡൻലി, ഒരാളെ കം ഓവർ എന്ന് പറയുമ്പോൾ ഒരാളെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക. കം ഓഫ് എന്ന് പറഞ്ഞാൽ ടു ഹാപ്പൻ ആസ് പ്ലാൻഡ്, ടു സക്സീഡ്. കം ഓഫ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കെയിം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ടു ഹാപ്പൻ ആസ് പ്ലാൻഡ്, നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടക്കുക. ഇനി കം അപ്പ് അല്ലെങ്കിൽ കെയിം അപ്പ് എന്ന് പറഞ്ഞാൽ ടു ഹാപ്പൻ അൺഎക്സ്പെക്റ്റഡ്ലി, പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നത്. കം ഔട്ട് എന്ന് പറഞ്ഞാൽ ടു എമേർജ് ഓർ അപ്പിയർ ആസ് എ റിസൾട്ട് ഓഫ് സംതിങ്, എന്തിൻ്റെയോ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും, അതാണ് കം ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ഇംഗ്ലീഷിൽ ഓരോ വാക്കുകൾ എടുത്താലത്തെ മീനിങ്ങും ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴുള്ള മീനിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മീനിങ്സ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ച് വെക്കുക, എന്നാലാണ് ഫ്രേസസ് വരുന്ന ഗ്രാമർ സെക്ഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ഭാഗം ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മൾ ഈ ഫ്രേസസിൻ്റെ പോർഷൻ മാത്രം ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ എത്രത്തോളം കമൻറ്റ്സ് വരുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്കത് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ അവിടെ ഒരു ഫിൽ ഇൻ ദ ബാങ്ക്സ് തന്നിട്ടുണ്ട്, അതിൽ നമ്മൾ ഫ്രേസസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇൻ ദ ജേർണി ഓഫ് ലൈഫ് ഇൻഡിവിജ്വൽ ഓഫൺ ഡാഷ് വേരിയസ് ചാലഞ്ചസ്, ഒരുപാട് ചാലഞ്ചസ് ആയിട്ടാണ് ഓരോ ഇൻഡിവിജ്വൽസും ജീവിതത്തിൽ മുന്നേറുക. അപ്പോൾ ഈ ചാലഞ്ചസ് നമ്മൾ മുന്നേറണമെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് വേണം? കം അക്രോസ് ചെയ്യണം, അതിനെ തുടർന്ന് വരണം. ഓക്കെ, ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ദ ഡിമാൻഡ് എ സെറ്റ് ഓഫ് എസെൻഷ്യൽ ലൈഫ് സ്കിൽ ടു ട്രൈ ത്രൈവ് വൺ മസ്റ്റ് ഡാഷ് സ്കിൽ സച്ച് ആസ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മുടെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷനെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ കമ്പൈ. ഇനി ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ബാക്കിയുള്ളത് നിങ്ങളുടെ രീതിയിൽ നിങ്ങളത് ആൻസേഴ്സ് നോക്കാതെ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, മീനിങ് ഒക്കെ ഞാൻ തൊട്ട് മുൻപത്തെ പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് എവിടെയൊക്കെയാണ് ഈ വേർഡ്സ് വരിക എന്നുള്ളത് നിങ്ങൾ തന്നെ എഴുതുക കേട്ടോ. നിങ്ങൾ ആൻസേഴ്സ് നോക്കരുത്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ആൻസേഴ്സ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ മീനിങ് തന്നെയാണ്. അപ്പോൾ ഇനി കൂടുതൽ ഞാനത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ എൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് പോർഷൻസ് എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇനി കുറച്ച് സെക്ഷൻ മാത്രമേ ഈ ഒരു ആക്ടിവിറ്റി സെക്ഷനിൽ വരുന്നുള്ളൂ കേട്ടോ. അതെന്തായാലും നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. താങ്ക്